എക്കണോമിക് ഡേയുടെ ലാസ്റ്റ് ഫൈനൽ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഇത്രയും ഡേയ്സ് ഇത്രയും മണിക്കൂർ നിങ്ങൾ നമ്മളോട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഫൈനൽ സെഷൻ മാക്സിമം നിങ്ങൾക്ക് യൂട്ടിലൈസ് ആവുന്ന രീതിയിൽ തന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി തരാമെന്ന് തന്നെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കോൺസെപ്റ്റിലേക്ക് കടക്കാം അല്ലേ. ഒരുപാട് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഇത്രയും നേരം ഇത്രയും മുഷിഞ്ഞ ഒരു സബ്ജക്റ്റ് അല്ലേ, നമുക്ക് പഠിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ ഒരുപാട് കണ്ടന്റ് പാക്ഡ് ആണ് അല്ലേ എക്കണോമിക്സ്. അപ്പോൾ അത് നമുക്ക് പഠിച്ച് ക്ലിയർ ആയി വരണമെങ്കിൽ നമ്മൾ അത്രയും ടൈം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും ടൈം നിങ്ങൾ നമ്മളോട് ഇൻവെസ്റ്റ് ചെയ്തതിൽ തന്നെ ഏറ്റവും അത്രയും നമ്മൾ ഹെൽപ്ഫുൾ ആയിട്ട് തന്നെ തോന്നുന്നു. നമുക്ക് ഇത്രയും വീഡിയോസ് കണ്ടന്റ് ഇടാൻ തോന്നുന്നത് നിങ്ങളുടെ ഈ സപ്പോർട്ട് കൊണ്ടാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ എക്കണോമിക്സ് ആണ് നമ്മുടെ സെഷൻ. ഓക്കെ, എക്കണോമിക്സ് ആണ് നമ്മുടെ സെക്ഷൻ. അപ്പോൾ എന്തൊക്കെ ടോപ്പിക്സ് ആണെന്ന് നോക്കാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ റെഡി ആവുന്നേ ഉള്ളൂ. നിങ്ങൾ റെഡിയായി പേനയും പേപ്പറും എടുത്ത് റെഡിയായി നോട്ട്സ് എഴുതാൻ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏതാണ്? നാഷണൽ ഇൻകം, GDP, GNP, NDP, NNP, CRR, SLR എന്നൊക്കെ പോലെയുള്ള ഒരുപാട് വലിയൊരു സാധനമാണ്. നിങ്ങൾക്ക് എപ്പോഴും എക്സാംസിൽ ചോദിക്കുന്ന കുറേ കണ്ടന്റ്സ് ആണ്. അതുപോലെ തന്നെ ടാക്സ്, ബഡ്ജറ്റ്, GST നിങ്ങളുടെ ഡെയിലി ഉള്ള ലൈഫിൽ നിങ്ങൾ എപ്പോഴും കേട്ട് മറക്കുന്ന കുറേ കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റെ ഒരു സയൻറ്റിഫിക്കൽ ടേം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലിയർ കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഐഡിയ മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. എക്സാം ഓറിയൻറ്റഡ് ലെവലിൽ നിങ്ങൾ അത് മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ടൈം തുടങ്ങാറായി. ഓക്കെ, സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയായി തന്നെ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് തിങ് നമുക്ക് എന്താ പഠിക്കേണ്ടത്? നാഷണൽ ഇൻകം. ഫസ്റ്റ് തിങ് നമുക്ക് പഠിക്കേണ്ടത് നാഷണൽ ഇൻകം ആണ്. അപ്പം നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻകത്തിന് വേണ്ടിയാണ് അല്ലേ നിങ്ങൾ ഈ ഒരു ഇത്രയും ടൈം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു പേഴ്സണൽ ഇൻകത്തിന് വേണ്ടിയാണ്, നിങ്ങളൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു നാഷണൽ ഇൻകം എന്ന് പറയുന്നത്? ഒരു കൺട്രിയുടെ മൊത്തത്തിലുള്ള ഇൻകം അല്ലേ, ഒരു കൺട്രിയുടെ മൊത്തത്തിലൊരു ഇൻകം തന്നെയാണ്, അല്ലെങ്കിൽ കൺട്രിയുടെ മൊത്തത്തിലൊരു വെൽത്തിനെയാണ് പറയുന്നത് അല്ലേ. എത്ര രൂപ അവരിലുണ്ട് അല്ലെങ്കിൽ എത്ര സമ്പാദിക്കുന്നുണ്ട് ഒരു കൺട്രി എന്നുള്ള ഒരു രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഷണൽ ഇൻകം പറയുന്നത്. ഓക്കെ, അതിലിനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടേംസ് ആണ്. ഈ ടേംസ് ശ്രദ്ധിക്കുക. വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ എക്കണോമി. പിന്നെ എന്താണ് നാഷണൽ ഇൻകം? ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മുടെ കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിക്ക് വേണ്ടതായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ, എക്കണോമിക്കൽ റൈസിന് വേണ്ടിയുള്ള വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഷണൽ ഇൻകം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. ഓൾസോ ഇറ്റ് ഈസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ഓൾ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ കൺട്രി. എന്താണ് ഒരു നെറ്റ് റിസൾട്ട്? ആണ് ഒരു കംപ്ലീറ്റ് റിസൾട്ട് ആണ് അല്ലേ, നമ്മുടെ ഒരു ഫുൾ റിസൾട്ട് എന്ന് തന്നെ പറയാം. കംപ്ലീറ്റ് എന്നുള്ള ഒരു മീനിങ് അല്ല എന്ന് വെച്ചാൽ അതിൻ്റെ ലോസ്, അതിന് പ്രോഫിറ്റ് കിട്ടുന്നതും ലോസ് പോകുന്നതും എല്ലാം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആകെ തുക, അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് നാഷണൽ എക്കണോമിയിൽ വരുന്നത്. നമ്മുടെ എക്കണോമി, ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് തന്നെ എന്താണ് ഇപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പല കാര്യങ്ങൾക്കായിട്ട് അവർ എന്ത് ചെയ്യുകയാണ്? മണി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മണി എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് നമ്മുടെ കൺട്രിയുടെ വെൽത്തിന് വേണ്ടി, കൺട്രി എക്കണോമിക്കലി എന്ത് ചെയ്യാൻ സെറ്റ് ആവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളെല്ലാവരും അതിൻ്റെ ഒരു പാർട്ടായിട്ട് വഹിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെ പറയാം? നാഷണൽ ഇൻകം ഈസ് ദ അക്യുമുലേറ്റഡ് മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. മനസ്സിലാക്കുക, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് വൺ ഫിനാൻഷ്യൽ ഇയർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫസ്റ്റ് പോയിന്റ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. എന്താണ് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സിൻ്റെയാണ്. ഓക്കെ, നമ്മൾ ഒരിക്കലും ഈ ഗുഡ്സ് ആൻഡ് സർവീസ് എടുക്കുമ്പം എന്താണ് ഇപ്പം നമ്മൾ ആലോചിക്കുകയാണ്, എന്താ പറയുക, ഇപ്പം നമ്മൾ ഒരു സാധനം, ഇപ്പം ഒരു കാറ് പുറത്തിറങ്ങുകയാണ് അല്ലെങ്കിൽ കാറ് നമ്മൾ മേടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന പൈസ എത്രയാണ്? ഒരു 15 ലക്ഷത്തിൻ്റെ കാറാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആകുമ്പോൾ, ഫൈനൽ ഗുഡ്സ് ആവുന്നത് ആ 15 ലക്ഷത്തിന് ആ കാറ് പുറത്തിറക്കുമ്പോഴാണ്. അല്ലാണ്ട് ബാക്കി കാറുകളിൽ പകുതി പണി എത്തി, അതായത് റോ മെറ്റീരിയൽസ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഡോർ സെറ്റ് ചെയ്യുന്നു, അതിൻ്റെ വിൻഡോ സെറ്റ് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും നമ്മൾ എന്ത് ചെയ്തില്ല? നാഷണൽ ഇൻകത്തിൽ കണക്കാക്കില്ല. കാരണം എന്താ? എപ്പോഴും ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ഇതിന് വേണ്ടിയായിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. പിന്നെ എന്താണ്? പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി, ഒരു കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ
എത്ര ഫിനാൻഷ്യൽ ഇയർ? ഒരു ഫിനാൻഷ്യൽ ഇയർ. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എങ്ങനെയാണ്? ഫിനാൻഷ്യൽ ഇയർ എങ്ങനെയാണ്? 1 ഏപ്രിൽ ടു 31 മാർച്ച് വരെയാണ് അല്ലേ? 1 ഏപ്രിൽ തൊട്ട് 31 മാർച്ച് വരെയുള്ള അടുത്ത ഇയർ വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഇയർ ബേസ്ഡ് ആയിട്ടാണ്, ഒരു ഇയറിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കാൽക്കുലേഷൻ എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ നാഷണൽ ഇൻകം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ നാഷണൽ ഇൻകം ഒക്കെ നമ്മൾ എന്തിനു വേണ്ടിയാണ് നാഷണൽ ഇൻകം ഒക്കെ നമ്മൾ ചെയ്യുന്നത്? ഓക്കെ, എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയാണ് കേട്ടോ. എന്താണ് എക്കണോമിക് ഗ്രോത്ത്? നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി തന്നെയാണ് ഈ ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നത്? നാഷണൽ ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പം നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ കൂടുതൽ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫിനാൻഷ്യൽ ഇയറിലുള്ള ടോട്ടൽ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഷണൽ ഇൻകം എന്ന് പറയണം. അപ്പം ഇതിന്റെ ബാക്കി കോൺസെപ്റ്റിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഒരു നാഷണൽ ഇൻകം എടുക്കണമെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ തിരിക്കണം, എങ്ങനെയൊക്കെ അതിൻ്റെ ആ ഒരു രീതി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയുണ്ട്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതാണ് നമ്മൾ കേൾക്കുന്നത്. എന്ത്? GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഉണ്ട്. അതുപോലെ GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഉണ്ട്. അതുപോലെ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഉണ്ട്. അതായത് NDP, ഇതൊക്കെ ഒരുപാട് തവണ എക്സാംസിന് ചോദിക്കുന്നതാണ്. NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഓക്കെ, ഇനി അടുത്തെന്താ? പെർ ക്യാപിറ്റ ഇൻകം. ഒരാൾ വർഷത്തിൽ ഉണ്ടാകുന്ന, ഒരു പേഴ്സൺ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് പോപ്പുലേഷൻ ഉണ്ടാക്കുന്ന ഒരു വർഷത്തെ കണക്കനുസരിച്ച് പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെയാണ് ആ നാഷണൽ ഇൻകത്തിന്റെ ആ റൂൾസ്, ആ ഒരു ഇത് സെറ്റ് ചെയ്ത് പോകുന്ന. ഇനി നല്ല ഫോക്കസ് ആയിട്ട് തന്നെ ഇരുന്ന് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, ഇത് നോട്ട്സ് എഴുതി തന്നെ പോവുക. കാരണം ഒരുപാട് കണ്ടന്റ് ഉണ്ട്, നിങ്ങൾക്ക് മിസ്മാച്ച് ആയി പോകരുത്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ട GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞൊരു വേർഡ് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാം എന്താണ് നമ്മുടെ എന്നൊരു മീനിങ് ആണ് അല്ലേ? ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ, ഡൊമസ്റ്റിക് ആനിമൽസ്, വൈൽഡ് ആനിമൽസ്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ നേറ്റീവ് ആയിട്ടൊരു സ്ഥലം എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഡൊമസ്റ്റിക് പറയുന്നത്. അപ്പം GDP എന്ന് പറഞ്ഞാൽ എന്താണ്? GDP is the gross domestic product is the market value of all final goods and services. അവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എളുപ്പത്തിന് പഠിക്കുക. ഡൊമസ്റ്റിക് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ബൗണ്ടറി ഓഫ് ദ കൺട്രി, നമ്മുടെ ഇന്ത്യൻ ബൗണ്ടറിക്ക് അകത്ത് നമ്മുടെ നേറ്റീവ് സ്ഥലം എവിടെയാണ്? ഡൊമസ്റ്റിക് സ്ഥലം ഏതാണ്? നമ്മുടെ കൺട്രി. ഓക്കെ, അതായത് നമ്മുടെ കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മുടെ കൺട്രിയിൽ മാത്രം ഫൈനൽ ഇൻകം എത്തുന്ന എന്താണ്? ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസും ആണ് എന്തിൽ വരുന്നത്? GDPയിൽ വരുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഗ്രോസ് എന്ന് പറയുന്നത് എന്താണ്? GDP ഈസ് ദ മാർക്കറ്റ് വാല്യൂ എന്ന് വെച്ചാൽ ഗ്രോസ് ഡൊമസ്റ്റിക് ആണ്, ഹോൾ, കംപ്ലീറ്റ്, ടോട്ടൽ എന്ന് വെച്ചാൽ അവിടെ ഒരു ലോസ് ഇല്ല. നമ്മളിപ്പോൾ ഗ്രോസും നെറ്റും പറയുകയാണെങ്കിൽ നമ്മൾ ഗ്രോസും പറയുന്നുണ്ട്, നെറ്റിന്റെ കാര്യവും പറയുന്നുണ്ട്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ടോട്ടലാണ് കേട്ടോ. അതായത് അവിടെ എന്തുണ്ട്? കംപ്ലീറ്റ് നമ്മൾ ഏൺ ചെയ്യുന്ന പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ, നമ്മൾ ഏൺ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതേസമയം അവിടെ എന്തില്ല? നെറ്റ് ആവുമ്പോൾ എന്തായി? അവിടെ ഒരു നെറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നുണ്ട്. ഓക്കെ, അതായത് ഗ്രോസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കംപ്ലീറ്റും, അതേസമയം നെറ്റ് എന്ന് പറയുന്നത് അവിടെ എന്ത് പറയുന്നു? ടാക്സ് കുറയുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു പെർസെൻറ്റേജ് ഓഫ് വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മൈനസ് ആയി പോകുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലോസസ്, ബാക്കിയുള്ള ലോസും കഴിഞ്ഞിട്ടുള്ള തുകയാണ് നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മളിപ്പോൾ ഒരു സാധനം, ഇപ്പം നിങ്ങൾ സാലറി മേടിക്കുകയാണെന്ന് വിചാരിച്ചു, നിങ്ങളുടെ ഫാമിലിക്ക് ഒരിപ്പോൾ എന്താണ്, അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും സാലറി, ഒരു മാസത്തെ സാലറി 60,000 ആണെന്ന് വിചാരിച്ചോ, 60,000 ആണെന്ന് വിചാരിച്ചോ. പക്ഷെ ശരിക്കും ഈ 60,000 ആണ് ഗ്രോസ് ഡൊമസ്റ്റിക്, അതായത് ഗ്രോസ് എന്ന് പറഞ്ഞ ഒരു മീനിങ്ങിൽ ഗ്രോസ് എന്ന് പറഞ്ഞാൽ 60,000 ആണ് ആ ശമ്പളം. അതേസമയം നെറ്റ് ആകുമ്പോൾ അത് എത്രയായി മാറും? ബാക്കി ടാക്സിന് കൊടുത്തു, PF കൊടുത്തു, ബാക്കി എന്തൊക്കെ അലവൻസ് അങ്ങനത്തെ ഇതിനൊക്കെ പോയി കഴിഞ്ഞിട്ട് 10,000 രൂപ അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു? റിഡക്ഷൻ വന്നു. അങ്ങനെ 50,000 രൂപയെ പിന്നെ എന്ത് കാണത്തുള്ളൂ? കയ്യിൽ കാണുള്ളൂ. ആ 50,000 രൂപയാണ് എന്തെന്ന് പറയുന്നത്? നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാവുന്നുണ്ട് ആ ഡിഫറൻസ്? ഗ്രോസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റും, നെറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വില കുറച്ചിട്ടുള്ളതുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ GDP എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് വാല്യൂ ആണ്. എന്താണ്? സാധനങ്ങൾ, നമ്മുടെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ കൺട്രി, നമ്മുടെ കൺട്രിയിൽ തന്നെയാണ് അത് മെയ്ഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ്, അതിൻ്റെ ഫൈനൽ ഗുഡ്സ് റിലീസ് ചെയ്യുന്നത് നമ്മുടെ കൺട്രിയിലാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? GDP, ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണത് എന്ന് പറയും. എന്താണ്? ഫോർ എ ഗിവൺ ടൈം പീരീഡ്, നമ്മൾ ഒരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്ന ഒരു ടൈം പീരീഡിനുള്ളിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതിനിപ്പോൾ എന്താ എക്സാമ്പിളായിട്ട് എങ്ങനെ പറയും നമ്മൾ? ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും ലേസ് കഴിക്കുന്നവരാണല്ലേ? ലേസ് കഴിക്കുന്നവർ, നമ്മളെ ഇന്ത്യൻ, ഇപ്പം നമ്മളിപ്പോൾ നോർമലി കഴിക്കുന്ന ലേസ് എന്താണ്? US ബേസ്ഡ് കമ്പനിയാണ് അല്ലേ? US ബേസ്ഡ് കമ്പനിയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്?
ലെയ്സിൻ്റെ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ പെപ്സിക്കോ എന്ന് പറയുന്ന ഒരു US ബേസ്ഡ് കമ്പനിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതെന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ സെയിലും എല്ലാം നടക്കുന്നത് ഇന്ത്യയിലാണ്. അത് US ബേസ്ഡ് കമ്പനി ആണെങ്കിലും നടക്കുന്ന എവിടെയാണ്, ഇവിടെ നമ്മുടെ ഇന്ത്യയിലാണ് നടക്കുന്നത്. ഇന്ത്യയിലെ ഒരു സ്ഥലത്താണ് നടക്കുന്നതെന്ന് വിചാരിച്ചോ. അതേസമയം ഹൽദിറാം എന്ന് പറയുന്ന ഒരു കമ്പനിയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പൊട്ടറ്റോ ചിപ്സ് ഇറക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള ഹൽദിറാമും പൊട്ടറ്റോ ചിപ്സ് ഇറക്കുന്നുണ്ട്. അപ്പം US ബേസ്ഡ് കമ്പനി ഇറക്കുന്നുണ്ട്, നമ്മളെ ഇന്ത്യൻ കമ്പനി എവിടെ ഇറക്കുന്നുണ്ട്, വിത്തിൻ ദ ബൗണ്ടറി ഓഫ് കൺട്രി ആണെങ്കിൽ അത് ഏതിലേ കൂട്ടുള്ളൂ, GDPയിലേ കൂട്ടുള്ളൂ. എന്തിലേ കൂട്ടുള്ളൂ, GDP. കാരണം എന്താണ്, നമ്മളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അതിപ്പോൾ ആരായാലും, ഇത് പുറത്തുള്ളവരുണ്ടാക്കി കഴിഞ്ഞാലും അത് ഇന്ത്യയിലാണ് പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യയിൽ തന്നെയാണ് വിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ GDPയിലാണ് അതിനെ കണക്കാക്കുന്നത്. ഓക്കെ അടുത്ത ഇനിയിപ്പം നമ്മൾ GDP അല്ല, ഒരു കാരണം GDP അല്ല എന്ന് എങ്ങനെ പറയാം, അതായത് GNP ആണെന്ന് പറയണമെങ്കിൽ എങ്ങനെ വരും, അതായത് ഇപ്പം ടാറ്റ മോട്ടോഴ്സ് എന്ന് വിചാരിച്ചോ. അപ്പം ടാറ്റ മോട്ടോഴ്സ് ഒരു കാർ ഇറക്കുകയാണ്, ഒരു കാർ ഉണ്ടാക്കി നമ്മുടെ ഗുജറാത്തിൽ ഒരു കാർ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ തന്നെ അത് വിൽക്കുകയാണ്, ഇന്ത്യയിൽ തന്നെ വിറ്റു. അപ്പം നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടും. അതെന്താണ്, ഇന്ത്യയുടെ പ്രോഡക്റ്റ് ആണ് അല്ലേ, ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ്. അതേസമയം ടാറ്റ മോട്ടോഴ്സ് ചെന്നിട്ട് US ചെന്ന് ഒരു കമ്പനി തുടങ്ങിയിട്ട് അവിടെ ടാറ്റ മോട്ടോഴ്സ് വിറ്റ് കഴിഞ്ഞാൽ അത് ആർക്ക് പോകും, അത് ആ നേഷൻ്റെ പ്രോഡക്റ്റ് ആണ്. അത് ഇപ്പം ഇവിടുത്തെ റെസിഡൻസ് പുറത്തു പോയാണ് ചെയ്യുന്നെങ്കിൽ പോലും ആ നേഷൻ്റെ പ്രോഡക്റ്റ് ആയാലും അതിൻ്റെ നെറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, കാരണം ഇന്ത്യയുടെ റെസിഡൻസ് ആണ്. അതായത് ടാറ്റ മോട്ടോഴ്സിലെ ടാറ്റ എന്ന് പറയുന്ന ആൾ, ടാറ്റ ബിർള പോലുള്ള ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാരാണ്, കൺട്രിയുടെ റെസിഡൻസ് ആണ്. അങ്ങനെ കൺട്രിയുടെ റെസിഡൻസ് പുറത്ത് പോയി ഫോറിൻ കൺട്രീസിൽ പോയിട്ട് അവരെന്തെങ്കിലും വാല്യൂ ചെയ്യുന്നെങ്കിലും അതിൻ്റെ ഫൈനൽ നാഷണൽ പ്രോഡക്റ്റ് എവിടെയാണ്, ഇന്ത്യയിലുള്ള ആൾക്കാരല്ലേ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ ആർക്ക് വരും, നമുക്ക് വരും. നെറ്റ് നാഷണൽ അതായത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ അത് കയറി വരും. അത് നമുക്ക് എക്സാമ്പിളായിട്ട് വേറെ പറയാനൊക്കെ, ഇപ്പോൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ വർക്ക് ചെയ്യുന്നത് അവരെവിടെയാണ് താമസിക്കുന്നത്, ശരിക്കും അവർ ഏത് ഇന്ത്യൻ കൺട്രിയുടെ ഇന്ത്യൻ നാറ്റീവ്സ് ആണ് അല്ലേ, നാഷണാലിറ്റി ഇന്ത്യൻ ആണ്. നാഷണാലിറ്റി ഇന്ത്യൻ ആയിട്ടും അവരെന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് ഒരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷം പുറത്താണ് വർക്ക് ചെയ്യുന്നെങ്കിലും അതിൻ്റെ എമൗണ്ട് അവർ അയച്ചു കൊടുക്കുന്ന ആർക്കാ, ഇന്ത്യൻസിനെ അല്ലേ, നമ്മുടെ കൺട്രിക്കല്ലേ അതിൻ്റെ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഏതിൽ കണക്കാക്കുന്നത്, GNPയിൽ കണക്കാക്കുന്നത്. അതായത് GNP ഈസ് ദ എന്താണ്, GNP ടോട്ടൽ വാല്യൂ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രീസ്. എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്, റെസിഡൻസ് ആണ്. എന്താണ്, കൺട്രിയുടെ റെസിഡൻസ്, കൺട്രിയിൽ താമസിക്കുന്ന ആൾക്കാർ. കൺട്രീസ് റെസിഡൻസ് വെദർ ഡൊമസ്റ്റിക്കലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്റർനാഷണലി ആയിക്കോട്ടെ, നമ്മുടെ കൺട്രിയുടെ നാഷണാലിറ്റി ഉള്ള ആൾ പുറത്തു പോയി ഒരു സാധനം ഉണ്ടാക്കിയാലും അതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രോഫിറ്റ് നമുക്കാണ് വരുന്നത്. അതായത് GNPയിലാണ് വരുന്നത്. പക്ഷെ അതെന്ത് പറയില്ല, ഡൊമസ്റ്റിക് അല്ല. കാരണം എന്താ, നമ്മുടെ ബൗണ്ടറിയിൽ കീപ്പ് ചെയ്യുന്നതല്ല. നമ്മളെ ബൗണ്ടറിയിലായിരുന്നെങ്കിൽ GDP. അതേസമയം പുറത്തും കൂടെ പോയിട്ട് ഇന്റർനാഷണലി ആയിക്കോട്ടെ, ഡൊമസ്റ്റിക്കലിയും ഇന്റർനാഷണലിയും ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഏതിൽ കൂട്ടുന്നത്, GNP. അതായത് ഇൻകം വരുന്നത് GNPയിലാണ്. നാഷണൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ് എന്ന് വെച്ചാൽ നാഷണലിൻ്റെ പ്രോഡക്റ്റ് ആണ് അല്ലേ, നമ്മുടെ പ്രോഡക്ട്സ്. അതായത് നമ്മുടെ റെസിഡൻസ് പുറത്തു പോയി ഉണ്ടാക്കിയാലും അത് നമ്മുടെ വിലയാണ്. അങ്ങനെ ഒരു മീനിങ്ങിലാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയാണ് പറയുന്നത്. അപ്പോൾ അതിന് ഇക്വേഷൻ ഉണ്ട്, GDPയുടെ ഒക്കെ ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ GDPയിൽ എന്താ വരുന്നത്, നമ്മുടെ കൺസെപ്ഷൻ, നമ്മൾ എങ്ങനെയാണ് അതിനെ ചിലവാക്കുന്നത്, നമ്മുടെ കൺസെപ്ഷൻ പ്ലസ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, എന്നിട്ട് എന്താണ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. അവിടെ എന്ത് വരുന്നില്ല, എക്സ്പോർട്ടും ഇമ്പോർട്ടിൻ്റെയും കാര്യം നമ്മളവിടെ എടുക്കുന്നില്ല. അതിനെ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട്. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. X മൈനസ് എം. അപ്പോൾ ഈ ഇക്വേഷൻ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതാണ് GDPയുടെ ഇക്വേഷൻ. കൺസപ്ഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആവുന്നു. ഇതിൽ നിന്ന് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സം ടോട്ടൽ എടുക്കുന്നത് GDPയുടെ. അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. കാര്യം മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് തന്നെ ഇതെന്ത് ചെയ്യാം, കൊണ്ടുപോകാം. ഇനി എന്താണ്, GNP ആണ്. എന്താണ് GNP എന്ന് പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ ഡൊമസ്റ്റിക്കലി ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട് വിത്തിൻ ദ ബൗണ്ടറി, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, GDP. ഡൊമസ്റ്റിക്കലി ഉള്ള, അതായത് കൺട്രിയുടെ റെസിഡൻസ് ഡൊമസ്റ്റിക്കലി ഉണ്ടാക്കിയാലും അതെന്ത് തന്നെയാണ്, നാഷണൽ പ്രോഡക്റ്റ് വരും. പക്ഷെ അതിൻ്റെ കൂടെ ഒരാളും കൂടെ വന്നാലല്ലേ അത് നാഷണൽ പ്രോഡക്റ്റ് ആവും. ആരാണ്, അതാണ് ഫോറിനുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന സാധനം. അതാണ് NFIA. NFIA എന്ന് പറഞ്ഞാൽ എന്താണ്, നെറ്റ് ഫാക്ടർ, അതായത് നാഷണൽ ഫാക്ടർ. അതായത് ഇപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഓഫ് എബ്രോഡിലുള്ളവരുടെ നെറ്റ് ഫാക്ടർ ഇൻകം ആണ് കേട്ടോ. NFIA എന്ന് പറയുന്നത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്.
എബ്രോഡിൽ നിന്നുള്ള നെറ്റ് ഫാക്ടർ ഇൻകം കൂടെ ആഡ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, GNP ആവത്തുള്ളൂ. അല്ലെങ്കിൽ അതെന്താണ്, GDP ആണ്. അപ്പം GDP പ്ലസ് ആ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എവിടെ, അമേരിക്ക, അതിപ്പം അമേരിക്ക അല്ല, എബ്രോഡ് റീജിയൻസിൽ നിന്ന് വരുന്ന ഇൻകം ആയാലും അതും കൂടെ ആഡ് ചെയ്യുമ്പോഴേ എന്താവത്തുള്ളൂ കേട്ടോ, നമ്മുടെ GNP ആവത്തുള്ളൂ കേട്ടോ. അപ്പം NFI എങ്ങനെ കണ്ടുപിടിക്കും? NFI എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? അതിൻ്റെ ഇക്വേഷനാണ് എബ്രോഡ് ഏൺ ചെയ്യുന്നത്. എബ്രോഡ് ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് പുറത്ത് പോയി ഏൺ ചെയ്യുന്നവരുടെ മൈനസ് ഫോറിൻ ഏണിംഗ് ഇൻ ഇന്ത്യ. ഫോറിൻ ഏണിംഗ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഫോറിൻ ഏണിങ്സ്, അതായത് എപ്പോഴും നമ്മുടെ GNP എന്ന് പറയുന്നത് GDP-ക്കാളും കുറവാണ്. ഇത്രയും സാധനം കൂട്ടിയിട്ട് എന്താ നമ്മുടെ ഇന്ത്യൻ്റെ GDP കുറവെന്ന് ചോദിച്ചാൽ, GNP കുറവെന്ന് പറയുന്നത് എന്താ? അതാണ്ട് ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോണം, GNP ഈസ് ലോവർ ദാൻ GDP. നമ്മുടെ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു എക്കണോമി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ GNP റേറ്റ് വളരെ കുറവാണ്. അതായത് ഇപ്പം നിങ്ങൾ ആലോചിക്കുക, എബ്രോഡ് ഏൺ ചെയ്യുന്നത് നിങ്ങൾ എത്രയാണ്, ഒരു 10 രൂപയാണ് നിങ്ങൾ എബ്രോഡ്, എക്സാമ്പിളായിട്ട് പറയാണ് കേട്ടോ, 10 രൂപ എബ്രോഡ് ഏൺ ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ളത്, 10 രൂപ ഏൺ ചെയ്യുന്നത്. അതേസമയം അവിടെ ഫോറിൻ ഏണിങ് എത്രയാണ്, ഫോറിൻകാർ ഇന്ത്യയിൽ വന്ന് ഏൺ ചെയ്യുന്നത് 20 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, 10 ഞാൻ പറഞ്ഞില്ലേ, എബ്രോഡ് ഏണിംഗ് മൈനസ് ഇവിടെ ഉള്ളവർ, ഫോറിൻകാർ ഇവിടെ വന്ന് ഏൺ ചെയ്യാറുണ്ടല്ലോ. അതായത് നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുന്നവരെ അവരും ഇവിടെ വന്നിട്ട് MNCസിലൊക്കെ വർക്ക് ചെയ്യാറില്ലേ. നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, അത് ഈ നമ്മളുടെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് പെപ്സിക്കോ കമ്പനീസ് ആയിക്കോട്ടെ, ആപ്പിൾ, അതുപോലെ തന്നെ IBM, മൈക്രോസോഫ്റ്റ്, ഇതെല്ലാം എവിടത്തെയാ, ശരിക്കും US ബേസ്ഡ് കമ്പനിയാണ്. അവരെല്ലാം ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, MNCs തുടങ്ങി ഇവിടെ വന്നിട്ട് അവരെന്ത് ചെയ്യാണ്, വർക്ക് ചെയ്യുന്നതാണ്. അതൊന്ന് ആലോചിക്കുക. അപ്പോൾ എത്ര MNCs ആണ്, നമുക്കൊരു 500-ൽ പരം MNCs നമ്മുടെ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ പോയി അവിടെ താമസിക്കുന്നതാണോ, ഒരു MNC കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നതാണോ പ്രോഫിറ്റബിൾ എന്ന് നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, 10 രൂപ മാത്രമേ നമ്മൾ ഫോറിനിൽ പോയി എന്ത് ചെയ്യുന്നുള്ളൂ, ഏൺ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മളെന്താണ് അവിടെ റെസിഡൻസ് ആയിട്ട് പോകുമ്പോഴാണ്. അതേസമയം MNCs ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഒരു കംപ്ലീറ്റ് MNC, മൈക്രോസോഫ്റ്റ് പോലെയുള്ള എത്രയോ വലിയ ഇൻഫോ ടെക് പാർക്കൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. അതൊക്കെ എന്താണ്, US ബേസ്ഡ് കമ്പനീസ് ഉണ്ട്, UST ഉണ്ട്, എല്ലാം എന്താണ് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവരിവിടെ ഏൺ ചെയ്യുന്നത് എത്രയായിരിക്കും, 20 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും അവിടെ വരുന്നത്, ഒരു -10ന്റെ ഡിഫറൻസ് അവിടെ വരുന്നില്ലേ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ എന്ത് വരുന്നു, ഇവിടെ GDP പ്ലസ് വാല്യൂവും ഇവിടെ ഒരു മൈനസ് വാല്യൂവും വരുമ്പം ടോട്ടൽ GNP എന്തായി പോകും, GDP വരിപ്പം എന്താണ് ഒരു നമുക്ക് എത്ര വരുന്നുള്ളൂ, ഇത്ര വരുന്നുള്ളൂ എങ്കിൽ എന്തായത് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് എന്ത് വരുന്നു, മൈനസ് വരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക. കാരണം എന്താണ്, അവർ ഉണ്ടാക്കുന്നത്, അതായത് ഫോറിൻ കമ്പനീസ് ഇന്ത്യയിൽ വന്ന് ഏൺ ചെയ്യുന്നത് എന്താണ്, കൂടുതലാണ്. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ അത് കൂട്ടും, പക്ഷേ നമ്മുടെ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് എന്ത് ചെയ്യാണ്, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താണ് GNP ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ലോവർ ആയി പോകും. അതാണ് നിങ്ങളവിടെ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതൊന്നും ഞാൻ വലിച്ചു നീട്ടുന്നില്ല, കാരണം ഒരുപാട് ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. NFI എന്താണെന്ന് മനസ്സിലായല്ലോ, എബ്രോഡ് ഏൺ ചെയ്യുന്നത് മൈനസ് നമ്മുടെ ഇന്ത്യയിൽ ഫോറിൻ കമ്പനീസ് ഏൺ ചെയ്തത് കുറച്ച് കഴിഞ്ഞ് എന്ത് കിട്ടും, NFIA. അപ്പം GDP പ്ലസ് NFIA ആണ് എന്തെന്ന് പറയുന്നത്, GNP എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി എന്താണ് നമുക്ക് പഠിക്കേണ്ടത്, NDP ആൻഡ് NNP, NDP ആൻഡ് NNP ആണ് അടുത്ത് പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഗ്രോസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആണ്. അവിടെ ഒരു എന്ത് ചെയ്യില്ല, ഒരു ടാക്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ടാക്സോ അല്ലെങ്കിൽ സബ്സിഡിയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മളവിടെ കുറയ്ക്കുന്നില്ല. അതേസമയം ഇവിടെ എന്തുണ്ട്, NDPയിൽ എന്തുണ്ട്, ഒരു N എന്ന് പറയുന്നത്, അതായത് നെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉപയോഗിക്കുമ്പോൾ, നമ്മൾ എന്ത് ചെയ്യും, ഒരു വാല്യൂ മൈനസ് എന്ത് വരും, ഡെപ്രസിയേഷൻ. ഡെപ്രസിയേഷൻ എന്ന് പറഞ്ഞാൽ വിയർ ആൻഡ് ടിയർ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. വിയർ ആൻഡ് ഒരു തേയ്മാനം, നമ്മുടെ ക്യാഷിനുണ്ടാവുന്ന ഒരു ഇടിവ്, ഡിപ്രസിയേഷൻ. നമുക്കുണ്ടാവുന്ന റിഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രസിയേഷൻ എന്ന് പറയുന്നത്. അത് NDP ആയാലും ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നെറ്റ് ലെവലിലായാലും നാഷണൽ പ്രോഡക്റ്റ് നെറ്റ് ലെവലിലായാലും എന്ത് വരും, അവിടെ ഒരു ഡിപ്രസിയേഷൻ എടുത്ത് വരും. അപ്പോൾ N ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, ഡിപ്രസിയേഷൻ. നെറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഡിപ്രസിയേഷൻ ഉണ്ടെന്ന് ആലോചിക്കുക. ഡെപ്രസിയേഷൻ, നെറ്റ് ഇല്ലെങ്കിൽ ഡെപ്രസിയേഷൻ ആണ്. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, NDP ആണെങ്കിൽ എന്താണ്, GDP അല്ലേ, GDPയിൽ എന്തോ കുറയ്ക്കുമ്പോൾ എന്താവുന്നത്, നെറ്റ് ആകുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു, അതായത് ഇവിടെ എന്ത് പറ്റാം, നമ്മൾ ഒരുപാട് പൈസ എന്ത് ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാകുന്നുണ്ട്, എക്സ്പെൻസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിനെ കുറച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ,
ശരിക്കും പറഞ്ഞാൽ NDP നെറ്റ് വാല്യൂ കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഒരു ശതമാനം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കുറയുന്നുണ്ട്. അതാണ് GDP എന്ന് പറഞ്ഞ ഒരു സംഭവം. ഗ്രോസ് എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്. അതിൽ നിന്ന് ഏതോ ഒരു വാല്യൂ, ടാക്സിന്റെ വാല്യൂ, എന്തെങ്കിലും ഒരു വാല്യൂ കുറയുമ്പോൾ ആണ് എന്തായിട്ട് മാറുന്നത്, NDP നെറ്റ് വാല്യൂ, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയുമ്പോൾ എന്താകുന്നത്, NNP ആവുന്നത്. അതങ്ങനെ തന്നെ പഠിക്കുക. ആ ഒരു പോയിന്റ് എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഗ്രോസിൽ നിന്ന് ജിയിൽ നിന്ന് എന്തോ കളയുമ്പോൾ ആണ് എന്താവുന്നത്, N ആവുന്നതെന്ന് ആലോചിക്കുക. GD കളയുമ്പോൾ N ആവും എന്നുള്ള രീതിയിൽ പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താണ്, നാഷണൽ ഇൻകം. നമ്മൾ ഇത്ര നേരം പഠിച്ചത് നാഷണൽ ഇൻകത്തിന്റെ കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ എന്താണ് നാഷണൽ ഇൻകം എന്ന് ചോദിച്ചാൽ NNP, നാഷണലിലുള്ള ഇൻകം എന്താണ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അതായത് ഒരു സാധനത്തിന്റെ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് പ്ലസ് സബ്സിഡീസ്, അവിടെ വരുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അല്ലേ, നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കുന്ന അലവൻസോ അല്ലെങ്കിൽ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു പ്രോഫിറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സബ്സിഡീസ്. അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ടാക്സുകൾ കുറയ്ക്കണം. അതിൻ്റെ ഇൻട്രസ്റ്റുകൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം അല്ലേ. ഇൻട്രസ്റ്റ്, പലിശ പോലെ സംഭവങ്ങൾ കുറച്ചിട്ടുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്, നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന്, അതായത് എല്ലാം കഴിഞ്ഞിട്ടുള്ള നെറ്റ് നാഷണൽ പ്രോഡക്റ്റിൽ സബ്സിഡി കൂട്ടി അതായത് ഇൻട്രസ്റ്റ് ടാക്സ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നാഷണൽ ഇൻകം കിട്ടുന്നത്. നിങ്ങൾ ഇക്വേഷൻ മാത്രം ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വയ്ക്കുക. ഇത് മൂന്നിൻ്റെ ഇക്വേഷൻ കറക്റ്റ് തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തെന്താണ്, മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ്, എല്ലാത്തിൻ്റെയും മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് ചോദിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ എന്താ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വരുമ്പോൾ അതിൻ്റെ പ്രൈസ് എങ്ങനെ ആയിരിക്കും. ഇപ്പം എന്താ, ഇവിടെ ഒരു പേന ഇരിപ്പുണ്ട്. ഈ പേനയ്ക്ക് നമ്മളെന്താ ഒരു 10 രൂപയാണ്, അത്രയല്ല, ഓക്കെ, ഒരു 20 രൂപയാണെന്ന് ഞാൻ വിചാരിച്ചു. 20 രൂപയാണെങ്കിൽ 20 രൂപയാണ്. അപ്പോൾ 20 രൂപയാണെങ്കിൽ, അതായത് 20 രൂപയാണ് ടോട്ടൽ. മാർക്കറ്റിൽ എത്തിയപ്പോൾ അതിൻ്റെ പ്രൈസ് 20 ആയിരുന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പം എന്താണ്, ഫാക്ടർ കോസ്റ്റ് അതിന് എത്രയായിരിക്കും, ഒരു 15 രൂപയായിരിക്കും. ഫാക്ടറി കോസ്റ്റ്, അതായത് അത് ഉണ്ടാക്കി വരാൻ വേണ്ടി, അതായത് അവർ റോ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് അതിനെ ഒരു മേക്ക് ചെയ്ത് അത് ആർക്ക് കൊടുക്കുമ്പോൾ അതൊരു ഡയറക്റ്റ് ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഇറക്കുന്ന സമയത്ത്, ഫാക്ടറിയിൽ ഇറക്കുന്ന സമയത്ത് അതിൻ്റെ വില 15 ആണെന്ന് വിചാരിച്ചോ. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, നമ്മൾ ടാക്സ് അടയ്ക്കണം. എന്തൊരു സാധനം ഇപ്പോൾ വന്നാലും നമുക്ക് എന്ത് കൊടുക്കണം, അവിടെ ടാക്സ് കൊടുക്കണം അല്ലേ. ഒരു സാധനം, ചെറിയ സാധനം ആയാൽ പോലും അതിനെന്തുണ്ട്, ടാക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ടാക്സും കൂടെ അടയ്ക്കുമ്പോൾ ഒരു 7 രൂപയാണ് ടാക്സ്. 15 രൂപയുടെ സാധനം ഫാക്ടറിയിൽ ഇറക്കിയത് 7 രൂപ ടാക്സിൽ അവർ ഇറക്കിയപ്പോൾ എത്രയായി, 22 അല്ലേ, 22. ഓക്കെ, 22. അതിലെന്ത് ചെയ്തു, മൈനസ് സബ്സിഡി ആയിട്ട് എത്ര കുറച്ചു, 2 രൂപ എന്ത് ചെയ്തു, അവിടെ സബ്സിഡി കുറയ്ക്കുകയാണ്. 2 രൂപ സബ്സിഡി ആയിട്ട് കുറയ്ക്കുകയാണ്. അതായത് ഇപ്പോൾ സബ്സിഡി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സപ്ലൈകോയിൽ നിന്നൊക്കെ സാധനം മേടിക്കുന്നതെങ്കിൽ എന്ത് വരും, അവിടെ ഒരു 2 രൂപയുടെ ഒരു ഇടിവ്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു കുറച്ചൊന്ന് പൈസ കുറച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സബ്സിഡിയും കൂടെ എന്ത് ചെയ്യും, അലോ ചെയ്യുമ്പം ലാസ്റ്റ് വാല്യൂ ആയിട്ട് ആളുകൾക്ക് കിട്ടുന്ന എത്രയായിരിക്കും, 20 അല്ലേ, 20 രൂപയായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു പേനയുടെ വില എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഓരോ സാധനത്തിൻ്റെയും മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് അവരെന്ത് ചെയ്യുന്നത്, ഇറക്കുന്നത്. എല്ലാ പ്രോഡക്റ്റിനും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഒരു മാർക്കറ്റ് പ്രൈസ് അവർ ഇടുന്നെങ്കിൽ അതിൽ എന്തൊക്കെ ആഡപ്പ് ചെയ്യും, ഒരു ഫാക്ടർ കോസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ ടാക്സ് കാണും, അതിൽ നിന്ന് എന്തെങ്കിലും സബ്സിഡി ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ചിട്ടായിരിക്കും മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്നത്. അതാണ് ഏതൊരു സാധനത്തിൻ്റെ കാര്യമായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താ വരുന്നത്, ഇനി നമുക്ക് പഠിക്കേണ്ടത് പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകത്തിന് വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നതെന്ന് എന്നെ മനസ്സിലാക്കി. എന്തിനു വേണ്ടിയാണ് പേഴ്സണൽ ഇൻകം, നമ്മുടെ ലൈഫ് സെറ്റായി പോകാൻ, അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ഹൗസ് ഹോൾഡ്, ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ എടുത്തു കഴിഞ്ഞാൽ അവർ സമ്പാദിക്കുന്ന പൈസ, പേഴ്സണലി സമ്പാദിക്കുന്ന പൈസയാണ് ഓഫ് എ കൺട്രി ഫ്രം ഓൾ പോസിബിൾ റിസോഴ്സ്. എന്ത് ജോലി ചെയ്തിട്ടാണ്, ഇപ്പോൾ 5-6 ജോലി, ഇപ്പം നമുക്കറിയാലോ ഗവൺമെൻറ് ജോബിലാണെങ്കിൽ ഓക്കെ ഒരു ജോലി, അതേസമയം പല പ്രൈവറ്റ് ജോബീസ് ചെയ്യുന്ന ചിലർക്ക് എന്ത് ചെയ്യാം, വർക്ക് ഫ്രം ഹോം ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് രാത്രി എന്തെങ്കിലും ജോബിന് പോവാം, ടീച്ചിങ് ചെയ്യാം ഇടയിൽ കൂടെ, അങ്ങനത്തെയൊക്കെ പല കാര്യങ്ങൾ ചെയ്യാം. അപ്പം എന്തൊക്കെ പോസിബിൾ സോഴ്സിൽ കൂടെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ട് എന്താണ്, ബിഫോർ ഡയറക്റ്റ് ടാക്സസ്, ഒരു ഡയറക്റ്റ് ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലുണ്ടാവുന്ന മണിയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതായത് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ കംപ്ലീറ്റ്ലി കയ്യിൽ കിട്ടുന്ന പൈസ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സാലറിയുടെ കേസ്, നമ്മുടെ ഗ്രോസ് എന്നുള്ളൊരു മീനിങ് തന്നെയാണ് പേഴ്സണൽ ഇൻകത്തിൽ വരുന്നത്. നമുക്ക് കയ്യിൽ കിട്ടുന്ന ടോട്ടൽ പൈസ വിത്തൗട്ട് എനി ടാക്സസ്,
അതായത് നമ്മളൊന്നും ടാക്സ് ഒന്നും കൊടുക്കാതെ തന്നെ നമ്മുടെ കയ്യിൽ ടോട്ടൽ എമൗണ്ട്, ഒരാൾ സമ്പാദിക്കുന്നത് 60,000 ആണെങ്കിൽ ആ 60,000 നമ്മുടെ കയ്യിൽ കിട്ടുന്നെങ്കിൽ അതെന്ത് പറയും? പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്, ബിഫോർ ഡയറക്റ്റ് ടാക്സ്. അതേസമയം ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഫൈനൽ ഇൻകം എന്ന് പറയുന്നത്. നമ്മുടെ PF പോയിട്ട്, നമ്മുടെ ടാക്സസ് പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ വരുന്ന ഒരു ഏണിങ്, കംപ്ലീറ്റ് ഏണിംഗ് ആണ്. കണ്ടോ, ഇറ്റ്സ് ഇൻകം ലെഫ്റ്റ് വിത്ത് ദ ഇൻഡിവിജ്വൽസ്. ഇൻകം ലെഫ്റ്റ് ആണ്. ബാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ കറക്റ്റാ വരുന്ന, ഓക്കെ കണ്ടോ, ദ പേയ്മെന്റ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് എല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നത്. ഡിസ്പോസ് ചെയ്ത് എല്ലാം ഡിസ്പോസ് ചെയ്തിട്ട് ബാക്കി എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, അങ്ങനത്തെ ഉള്ള ഇൻകത്തിനെയാണ് ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നത്, അല്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിൽ വരുന്ന എന്താണ്? ഡിസ്പോസബിൾ ഇൻകം ആണ്. പേഴ്സണൽ ഇൻകം നമുക്ക് കാണാൻ ഒരു പേപ്പറിൽ എഴുതി കിട്ടുന്നത് മാത്രമേ ഉള്ളൂ, അല്ലേ? ആ ഒരു രീതിയാണ് ഇപ്പോഴത്തെ സർക്കാർ നമ്മളെന്താണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പേഴ്സണൽ ഇൻകം, ഡിസ്പോസബിൾ ഇൻകം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഇൻകം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അതായത് എങ്ങനെയാണ് ഈ ഒരു കാര്യം, എക്സ്പെൻസ് ഇങ്ങനത്തെ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്, ആ ഒരു മെത്തേഡ്സ് ആണ് അവർ പറയുന്നത് കേട്ടോ. ഇൻകം കണ്ടുപിടിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഇൻകം, ഓക്കെ, ആ ഒരു മെത്തേഡാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏതൊക്കെ മെത്തേഡിൽ കൂടെ നിങ്ങൾക്ക് ഇതെല്ലാം അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാം. എക്കണോമിക്കൽ ലെവലിൽ നിങ്ങൾക്ക് ഇത്ര പൈസയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത്ര വരുമാനമാണുള്ളത്, അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഇത്രയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഈ 3 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇൻകം വരുന്ന മെത്തേഡ്, ഇൻകത്തിൻ്റെ ഫ്ലോയാണ് നമ്മൾ ഇൻകം മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ സേവ് ചെയ്ത്, എക്സ്പെൻഡിച്ചർ വഴി എങ്ങനെയാണ് നിങ്ങളുടെ, അതായത് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം എടുത്തിട്ട് ഇൻകം എങ്ങനെയാണ് പോകുന്നത്, അതിൻ്റെ ഫ്ലോ അനുസരിച്ചാണ് ഇൻകം മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ഡയറക്റ്റ് ഇൻകം മെത്തേഡ്. അതേസമയം എക്സ്പെൻസ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെലവ് എന്ന് വെച്ചാൽ എന്താണ്, വരവിനനുസരിച്ചാണോ ചെലവ്, അല്ലെങ്കിൽ ചെലവ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ആ കാൽക്കുലേഷൻ, ആ അനലൈസിങ്ങിലാണ്, ആ അസസ്മെന്റിലാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വാല്യൂ ആഡഡ് മെത്തേഡ്. വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം അതിൻ്റെ എന്താണ് ഉൽപാദനം മുതൽ, അതിൻ്റെ പ്രൊഡക്ഷൻ മുതൽ അത് മാർക്കറ്റിൽ എത്തുന്നവരെ എന്താണ്, ഓരോ സ്റ്റേജ് ബേസ്ഡ് ആയിട്ടുള്ള ടാക്സ് ആണ്. വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേജ് ബേസ്ഡ് ആണ്. വാല്യൂ ആഡഡ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്റ്റേജ് ബേസ്ഡ്, അതായത് ഓരോ സ്റ്റെപ്പ് ബേസ്ഡ്, സ്റ്റേജ് ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ട എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാല്യൂ ആഡഡ് ടാക്സ് ആഡഡ് മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത്രയും മെത്തേഡ്സ്, അതായത് ഇൻകത്തിൻ്റെ മെത്തേഡ് എടുക്കും, എക്സ്പെൻഡിച്ചർ മെത്തേഡ് എടുക്കും, അതുപോലെ തന്നെയാണ് വാല്യൂ ആഡഡ് മെത്തേഡും എടുത്തിട്ടാണ് നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഒരു എന്താണ്, ഇത്രയും 3 ടൈപ്സ് ഓഫ് മെത്തേഡ് ഉണ്ടെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇനി അടുത്ത എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം. ഇതിൽ ആ ഒരു സെക്ഷനിലെ കോൺസെപ്റ്റിൽ നമുക്ക് ലാസ്റ്റ് പറയാനുള്ളത് ഇനി എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ ഫോർമുല എന്താണ്? ടോട്ടൽ ഇൻകം ഓഫ് ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ആ ഏരിയയുടെ പോപ്പുലേഷൻ, ഹോൾ പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ഇൻകം, അവിടെ കിട്ടുന്ന ആളുകളുടെ എല്ലാവരുടെയും ടോട്ടൽ ഇൻകം, അതായത് ഇപ്പോൾ നമ്മൾ മൊത്തം ഇന്ത്യൻ നാഷണൽ മൊത്തത്തിൻ്റെയും പെർ ക്യാപിറ്റ ഇൻകം എടുക്കണമെങ്കിൽ ഹോൾ പോപ്പുലേഷൻ്റെ ഇൻകം എടുക്കും. നമ്മൾ എത്ര ആൾക്കാരുണ്ടോ ഇൻറ്റു അവരുടെ ഇൻകത്തിനെ ചെയ്യുമ്പം അതേ ഡിവൈഡ് ബൈ എന്താണ്? ടോട്ടൽ പോപ്പുലേഷൻ. ഓക്കെ, എത്ര പേരുണ്ടോ അവരുടെ ടോട്ടൽ ഇൻകം കൂട്ടിയതിന് ശേഷം ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ചെയ്യുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അതൊരു ഏരിയ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം എടുത്താൽ എങ്ങനെയാണ്? നിങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ട്, അതിപ്പോൾ ഈ ഏൺ ചെയ്യുന്നവർ കാണും, ഏൺ ചെയ്യാത്തവർ കാണും. പക്ഷെ എന്താണ് അതിൽ നമ്മൾ അത് കാര്യമാക്കണ്ട. ഏൺ ചെയ്യുന്നവർ എത്രയോ അങ്ങനെയൊന്നുമല്ല, എത്ര പോപ്പുലേഷൻ ഉണ്ടോ അവർക്ക് അവരുടെ കയ്യിൽ വരേണ്ടത്. അതിപ്പം ചിൽഡ്രൻസ് ഉൾപ്പെടും, അവിടെ അഡൾട്ട് ഉൾപ്പെടും, എല്ലാം വരുന്നത് കണ്ടോ? ഇൻക്ലൂഡ്സ് എവരി മാൻ, വിമൺ ആൻഡ് ചൈൽഡ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇൻകത്തിനെ അല്ല അവിടെ ബേസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ആൾക്കാർ, എത്ര ജനസംഖ്യയാണോ നമുക്കുള്ളത്, അല്ലെങ്കിൽ ആ ഏരിയയിൽ എത്ര ആൾക്കാരുണ്ടോ, അവർ ജോലിയുണ്ടോ ജോലിയില്ലേ അങ്ങനെയൊന്നും അല്ല, അവർക്ക് കിട്ടുന്ന പോപ്പുലേഷൻ, ആ ഒരു നിങ്ങളൊരു നമ്പർ ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്ര കിട്ടുന്നു, അതായത് ഉള്ളവർക്ക്, ജോലി ഉള്ളവർക്ക് മാത്രമേ ഇൻകം ഉള്ളൂ. അപ്പോൾ ആ ഇൻകം മാത്രം നമ്മൾ കൂട്ടത്തുള്ളൂ. പക്ഷേ ടോട്ടൽ പോപ്പുലേഷൻ ആരൊക്കെ ഉണ്ട്? വിമൺ ഉണ്ട്, ചൈൽഡ് ഉണ്ട്, എവരി മാൻ ഉണ്ട്, ഓൾഡ് ഏജ് ഉണ്ട്. അപ്പം എല്ലാ പേരെയും നമ്മൾ കൂട്ടുന്നുണ്ട്. ടോട്ടൽ പോപ്പുലേഷനും എല്ലാവരും ഉണ്ട്. പക്ഷേ ഇൻകം കിട്ടുന്നത് വളരെ ചുരുക്കമായിരിക്കും. അതിൽ കാര്യമില്ല. നമ്മൾ പക്ഷേ പെർ ക്യാപിറ്റ ഇൻകം എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ്, ടോട്ടൽ പോപ്പുലേഷനാണ് കണക്കാക്കുന്നത് കേട്ടോ, ഇൻകം വാങ്ങിക്കുന്നവരെ മാത്രമല്ല. അപ്പോൾ ടോട്ടൽ ഇൻകം ഓഫ് ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആണ് എന്ത്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഒരാൾക്ക് നമ്മുടെ
പെർ ഹെഡ് എത്ര വേണം, ഒരാൾക്ക് ജീവിച്ചു പോകാൻ എത്ര വരുമാനം വേണം, അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡ് എടുത്ത് നോക്കി അവർക്ക് എത്ര വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മാസം കഴിഞ്ഞു കൂടാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അനലൈസിങ് ചെക്കപ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്ത് പെർ ക്യാപിറ്റ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത മെയിൻ ഒരു പോയിന്റിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, നാഷണൽ ഇൻകം ആൻഡ് ടൂൾസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് നാഷണൽ ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞപ്പോൾ എന്താണ്, ടാക്സിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. എല്ലായിടത്തും എന്തുകൊണ്ട് ഒരു ടാക്സ് കുറയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് പിടിക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് ടാക്സ് പിടിക്കുന്നുണ്ട്. അത് കുറച്ചാൽ മാത്രമേ നമുക്ക് നെറ്റ് കിട്ടുകയുള്ളൂ എന്നൊക്കെ നമ്മളിങ്ങനെ എന്താണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ടാക്സ് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ആണ്. അപ്പോൾ ടാക്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മാൻഡേറ്ററി ഫീ ആണ്, നമ്മൾ മസ്റ്റ് ആയിട്ട് അടയ്ക്കേണ്ട ഒരു ഫീ ആണ് അല്ലേ. നമ്മൾ കമ്പൽസറി ആയിട്ട് അവർക്ക് കൊടുക്കേണ്ട ഒരു ഫീ ആണ് എന്തെന്ന് പറയുന്നത് ടാക്സ്. ആർക്ക് കൊടുക്കേണ്ട, ഇമ്പോസ്ഡ് അപ്പോൺ ഇൻഡിവിജ്വൽസ് ഓർ കോർപ്പറേഷൻസ് ബൈ ദ ആരാണ് ഇമ്പോസ് ചെയ്യുന്നത്, നമ്മുടെ സെൻട്രൽ. ഈ ഒരു പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് നമുക്കായിട്ട് എന്ത് ചെയ്തിരിക്കുന്ന, ഇമ്പോസ് ചെയ്ത് നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നതെന്ന് തന്നെ പറയാം. നമുക്ക് വേണ്ടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നാഷണൽ എക്കണോമിക്ക് ഒരു പാർട്ടാവാൻ വേണ്ടി നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ച ഒരു സാധനം തന്നെയാണ്, ഒരു മാൻഡേറ്ററി ഫീ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽസ് ഓർ കോർപ്പറേഷൻസ് ആർക്ക് കൊടുക്കാം, ഇൻഡിവിജ്വൽസിനാണെങ്കിൽ ടാക്സ് എത്ര കൊടുക്കും, ഒരു കോർപ്പറേഷൻ ആകുമ്പോൾ അവരുടെ ഏണിങ്സ് കൂടുതലാണ്, അതിനനുസരിച്ച് ടാക്സും കൂടും. അപ്പം ഇൻഡിവിജ്വൽസിനും ഉണ്ട് കോർപ്പറേഷൻസിനും ഉണ്ട് എന്താണ്, ഒരു മാൻഡേറ്ററി ഫീ. എന്തിനു വേണ്ടിയായിട്ട്, ടു ഹെൽപ്പ് ബിൽഡ് ദ എക്കണോമി ഓഫ്, എന്തിനു വേണ്ടി തന്നെയാണ്, നമ്മുടെ കൺട്രിയുടെ എക്കണോമിക്കൽ ഡെവലപ്മെന്റ് അല്ലേ. കൺട്രി ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രിയാണ്, അത് അങ്ങനെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആക്കാൻ വേണ്ടിയായിട്ട് എന്ത് ചെയ്യണം, എക്കണോമിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവണം, കംപ്ലീറ്റ്ലി നമ്മുടെ സൊസൈറ്റി സെറ്റ് ആവണം, നമ്മൾ കംപ്ലീറ്റ്ലി മോണിറ്ററി വാല്യൂവിൽ നമ്മൾ അത്രത്തോളം എന്ത് ചെയ്യണം, റൈസ് ആവണം, മറ്റ് രാജ്യങ്ങളെ പോലെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. അതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്കണോമിക്കൽ ഡെവലപ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺട്രീസ് എക്കണോമിക്കൽ ഡെവലപ്മെന്റ് ബൈ വേരിയസ് പബ്ലിക് എക്സ്പെൻസസ്. എന്തിനു തന്നെയാണ്, പബ്ലിക് എക്സ്പെൻസസ് നമ്മുടെ എന്താണ്, ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, ഗുഡ്സ് ആൻഡ് സർവീസ് മേക്കിംഗ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് കംപ്ലീറ്റ്ലി നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസിനായിക്കോട്ടെ, എന്ത് കാര്യത്തിനായാലും നമുക്ക് എന്താണ് എക്കണോമിയാണ് എന്താണ് എക്കണോമിക്കൽ ഡെവലപ്മെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പബ്ലിക് എക്സ്പെൻസ്, പബ്ലിക്കിന് വേണ്ടതായിട്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു സുഖ സൗകര്യം ഒരുക്കി തരാൻ വേണ്ടി തന്നെയാണ് ഈ ടാക്സ് പിടിക്കുന്നതെന്നായിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ടാക്സ് ഈസ് എ മാൻഡേറ്ററി ഫീ ഇമ്പോസ്ഡ് അപ്പോൺ, ആരിൽ തന്നെ നമ്മളിൽ നിന്ന് തന്നെ വാങ്ങിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇൻഡിവിജ്വൽസ് ഓർ കോർപ്പറേഷൻ ബൈ ആരാണ്, സെൻട്രൽ ഗവൺമെന്റ് വാങ്ങിക്കുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് മേടിക്കുന്നുണ്ട്, ടു ഹെൽപ്പ് ബിൽഡ് ദ എക്കണോമി ഓഫ് വേരിയസ് എക്സ്പെൻസസ്. ആ കാര്യമൊക്കെ അറിയാം നിങ്ങൾക്ക്. ഇനി അടുത്ത ടാക്സസിനെ രണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്രോഡ്ലി ഡിവൈഡ് ചെയ്യുന്നത്. എന്താണ്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തൊക്കെയാണ്, ടാക്സസ് ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻടു ടു, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. അപ്പോൾ അതെന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കേട്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്, എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ജസ്റ്റ്. അപ്പം ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ ഡയറക്ട്ലി അല്ലേ, ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി തന്നെ ആർക്ക് കൊടുക്കുന്നതാണ്, ആരാണ് വാങ്ങിക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ അവർക്ക് തന്നെ കൊടുക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ തന്നെ അടയ്ക്കുന്ന പൈസയാണ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, ടാക്സ് ലിവീഡ് ഡയറക്ട്ലി ഓൺ എ ടാക്സ് പെയർ, നമ്മളാണ് ടാക്സ് പെയർ, കസ്റ്റമേഴ്സ് ആണ് ടാക്സ് പെയർ, ഇൻകം ഹു പേസ് ഇറ്റ് ടു ദ ഗവൺമെന്റ് ആൻഡ് കനോട്ട് പാസ് ഇറ്റ് ഓൺ ടു സമോൺ എൽസ്. വേറെ ആർക്കും പാസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്ട്ലി നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്ന ആ പൈസ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് അധികമായ പൈസ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്, അത് ഡയറക്ട്ലി കൊടുക്കുന്നതിനെയാണ് ടാക്സ് എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിളാണ്, ഈ എക്സാമ്പിളാണ് നിങ്ങൾ ബെസ്റ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടത്. എപ്പോഴും എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ഓപ്ഷൻ തന്നിട്ട് ഇത് ഏതാണ് ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ ഇതിൽ ഇൻഡയറക്റ്റ് ടാക്സ് ഏതാണെന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് നമ്മൾ ഡയറക്റ്റ്ലി അടയ്ക്കുന്നത്, അവർ നമുക്ക് ഇത്ര ഒരു വർഷം ആകുമ്പോൾ നമ്മളടുത്ത് പറയും ഇൻകം ടാക്സ് അടയ്ക്കണമെന്ന് പറയല്ലേ, ഇത് വരുമാനത്തിനനുസരിച്ച് ഇൻകം ടാക്സ് അടയ്ക്കണമെന്ന് പറയും. ഇനി അടുത്ത് കോർപ്പറേറ്റ് ടാക്സ്, കോർപ്പറേഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് പോലെയുള്ളവർക്കാണ് കേട്ടോ. കോർപ്പറേറ്റ് ടാക്സ് അവരുടെ കമ്പനീസ് ഇങ്ങനെ നിലനിന്ന് പോകുന്നതിന് അവർക്ക് കൊടുക്കേണ്ട കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് പ്രോപ്പർട്ടി ടാക്സ്, ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ, അത് സാധനമല്ല, നമുക്കൊരു സ്ഥലം മേടിക്കണമെങ്കിൽ എന്ത് ചെയ്യും, നമുക്കൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഒരു കമ്പനി പരമായിട്ടുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യാനോ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റെനൻസിനോ എന്തിനായാലും നമ്മളൊരു പ്രോപ്പർട്ടി മേടിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ പ്രോപ്പർട്ടി ടാക്സിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി അടുത്ത സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഭാഗ്യമായിട്ടുള്ള ഫണ്ട് പോലെയുള്ള അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റോക്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്, നമ്മുടെ എന്തിൽ വരുന്ന ഡയറക്റ്റ് ടാക്സിൽ വരുന്നത്. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് നിങ്ങൾ
കാണാതെ പഠിച്ചോണം. കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, പ്രോപ്പർട്ടി ടാക്സ്, പിന്നെ അതുപോലെ വെൽത്ത് ടാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. വെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസയുടെ മൂല്യം, അതായത് നമ്മുടെ റിച്ച് പുവർ അങ്ങനെ ഒരു രീതിയിൽ വെൽത്ത് ടാക്സ് ഉണ്ട്. അതൊക്കെ ഇപ്പം എന്താണ് ഏകദേശമൊക്കെ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. ഇൻകം ടാക്സ്, അപ്പോൾ വെൽത്ത് ടാക്സ് ഒക്കെ ഏതിലുള്ളത് തന്നെയാണ്, ഡയറക്റ്റ് ടാക്സിലുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് ഡയറക്റ്റ് കൊടുക്കുന്നെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് എങ്ങനെയായിരിക്കും? നമ്മളായിരിക്കത്തില്ല അല്ലേ കൊടുക്കുന്നത് ടാക്സ്, പക്ഷെ നമ്മളായിരിക്കും പൈസ അടയ്ക്കുന്നത്, നമ്മൾ അതിലൊരു പങ്ക് വഹിക്കുന്നു. പങ്കല്ല, നമ്മൾ തന്നെയാണ് കംപ്ലീറ്റ് പങ്കും വഹിക്കുന്നത്. പക്ഷെ കൊടുക്കുന്നത് ആരായിരിക്കും? അവിടുത്തെ നമ്മൾ ആരിൽ നിന്നാണ് വാങ്ങിക്കുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ്. മെയിനായിട്ട് ആലോചിക്കേണ്ടത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. നമ്മൾ ഒരാളിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നു, ആ ആൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പാസ് ചെയ്യുന്നു, ഒരു ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇത് ലാസ്റ്റ് എന്ത് ആരിൽ തന്നെ എത്തും? ഗവൺമെന്റ് ഒഫീഷ്യൽസിൽ, അതായത് ഗവൺമെന്റിൽ തന്നെ എത്തിച്ചേരും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെന്റ്, ആര് തന്നെയാണ്? ഗവൺമെന്റ് ടു എ ടാക്സ് പെയർ ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. ആ ഒരു കാര്യം തന്നെയാണ് ആലോചിക്കേണ്ടത്. ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടി റെന്റ് ചെയ്യുന്ന പൈസയാണ്. അതെന്ത് ചെയ്യണം? മാനുഫാക്ചർ അല്ലെങ്കിൽ സപ്ലയർ, അത് സാധനം മേടിക്കുന്ന കാര്യം തന്നെ ആലോചിക്കുക. നമ്മൾ സാധനം മേടിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന റീറ്റെയിലർ അല്ലെങ്കിൽ നമ്മൾ പോയി വാങ്ങുന്ന കടയിലുള്ള ആളിലായിരിക്കും പൈസ കൊടുക്കുന്നത്. ആ ആൾ ആർക്ക് കൊടുക്കണം? ആ ആൾ വാങ്ങിച്ച ഒരു ഇതിൽ നിന്ന് വാങ്ങിക്കണം അല്ലേ, ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്ത് അവരിലേ കൊടുക്കണം. അവരായിരിക്കും എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കുന്നത്. ആ ഒരു രീതിക്കാണ് വരുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നു? ഈ ടാക്സ് നമ്മളിൽ നിന്നേ ഈടാക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? മേടിക്കുന്നത്. ആ ഒരു ഇത് തന്നെയാണ് പറഞ്ഞത്. പാസസ് ഓൺ ടു ദ ടാക്സ് ടു ദ കസ്റ്റമർ. അവിടെ ഒരു പാസിംഗ് വരുന്നു, ഒരു എന്താണ്, ഒരു റീലൊക്കേഷൻസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം. ഡെസ്റ്റിനേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഓരോ ആൾക്കാരിൽ നിന്നും ഡെസ്റ്റിൻഡ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് നമ്മൾ തന്നെയാണ് അതിൽ പങ്ക് വഹിക്കുന്നത്, നമ്മളിൽ നിന്ന് തന്നെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾസും കംപ്ലീറ്റ്ലി പഠിച്ചോണം. മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ട ഏതാണ്? നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളൊരു സാധനമാണ് ഏത്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലേ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ എന്താണ്? GST. ഓക്കെ, അതിലാണ് എന്ത് വരുന്നത്? അതായത് മുന്നേ എന്തായിരുന്നു? GST ഇല്ലായിരുന്നു. 2017 GST കൊണ്ടുവരുന്നത്. പക്ഷേ GST വരുന്നതിന് മുമ്പ് എന്തുണ്ടായിരുന്നു? സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. സർവീസ് ടാക്സിനെ മാറ്റി ഈ ഇവിടെ കിടക്കുന്നില്ലേ, സർവീസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, എക്സൈസ് ടാക്സ്, ഇതെല്ലാം മാറ്റിയിട്ടാണ് ആര് കയറി വന്നത്? GST വന്നത്. കാരണം അത്രയും എന്താണ്, ഭയങ്കര വില കൊടുത്തോണ്ടായിരുന്നു. GST അത്രയും കൊടുക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെ. പണ്ടത്തെ കസ്റ്റമർ എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സിന് ഒരുപാട് GST അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ റീറ്റെയിലേഴ്സ് പോലുള്ള അവർക്ക് ഒരുപാട് പൈസ അടയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കോർപ്പറേറ്റ് ലെവലിൽ. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത്? GST ഒരു കംപ്ലീറ്റ് എല്ലാവരിൽ നിന്നും സെയിം ആയിട്ടുള്ള ഒരു രീതിക്ക് GST ഈടാക്കാൻ വേണ്ടിയായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ വാല്യൂ ആഡഡ് ടാക്സ് ഞാൻ പറഞ്ഞില്ലേ, വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റെപ്പ് വൈസിട്ടുള്ള വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഓരോ സമയത്തും വാല്യൂ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ പ്രൊഡക്ഷൻ സ്റ്റേജിലും വാല്യൂ ആഡ് ചെയ്ത് ലാസ്റ്റ് വരുന്നത് എന്തായിരിക്കും? നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിന് എന്തായിരിക്കും? ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കണം. അത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഫൈനൽ ഗുഡ്സിന് മാത്രം കൊടുത്താൽ പോരെ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നപ്പോഴാണ് ഈ GST എന്ത് ചെയ്യുന്നത്? ഇതിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പം സ്റ്റിൽ എക്സിസ്റ്റഡ് ആണ് വാല്യൂ ആഡഡ് ടാക്സ്. ഏതിനൊക്കെ കൊടുക്കുന്നുണ്ട്? ഇപ്പോഴും വാല്യൂ, അതായത് GST വന്നപ്പോൾ ഏത് പോയി? വാല്യൂ ആഡഡ് ടാക്സും പോയി, എക്സൈസ് ടാക്സും പോയി. പക്ഷെ അതെന്ത് ചെയ്തു? വീണ്ടും കൊണ്ടുവന്നു. ഏതിന് വേണ്ടിയായിട്ട്? ആൽക്കഹോളിന് വേണ്ടിയായിട്ടും. അതായത് ഈ എക്സൈസ് ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ സിഗരറ്റ്സ്, നമ്മുടെ ഈ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, സിഗരറ്റ്സ്, ആൽക്കഹോൾ, അങ്ങനത്തെ കൺസംഷനൊക്കെ വേണ്ടി ഭയങ്കര ടാക്സ് ആയിരുന്നു അവരെന്ത് ചെയ്യുന്നത്? ഈടാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതിനേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷേ വാല്യൂ ആഡഡ് ടാക്സിന് എടുത്ത് കളഞ്ഞിട്ട് ഈ ഇടയ്ക്ക് വീണ്ടും എന്ത് ചെയ്തു? ആൽക്കഹോളിന് വേണ്ടിയും പെട്രോളിയം പ്രോഡക്ട്സ്, ഈ ഒരു വേർഡ് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ GST വർക്ക് ആവാത്ത രണ്ട് ഫീൽഡ് ഏതെന്ന് ചോദിച്ചാൽ GST കംപ്ലീറ്റ്ലി കൊടുക്കാത്ത ഇപ്പോഴും വാല്യൂ ആഡഡ് ടാക്സിൽ കിടക്കുന്ന രണ്ട് പേരാണ്. ആരൊക്കെ? ആൽക്കഹോളും അതുപോലെ തന്നെ പെട്രോളിയം പ്രോഡക്ട്സും. ഓക്കെ, ആൽക്കഹോളും പെട്രോളിയം പ്രോഡക്ട്സും ഏതാണ്? ഇതിലാണ് വരുന്നത് കേട്ടോ. അതായത് GST എന്തില്ല? ആപ്ലിക്കബിൾ അല്ല. GST അവിടെ എന്ത് ചെയ്യുന്നില്ല? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് ഇപ്പോഴും ആൽക്കഹോളിൻ്റെ കൺസംഷൻ ഇത്രയും റൈസ് ആവാൻ, അതായത് പൈസ അത്രയും കൂടുതൽ എന്താ? അവർക്ക് GST കൂടുതലായതുകൊണ്ടാണ്. അതുപോലെയാണ് പെട്രോളിയം പ്രോഡക്ട്സ്, നമ്മുടെ കയ്യിലല്ല. അത് കോർപ്പറേറ്റ് ലെവലിൽ അവരാണ് എന്ത് ചെയ്യുന്നത്? വാല്യൂ ആഡ് ചെയ്യുന്നത്. അവരുടെ കൂട്ടുന്ന സമയത്താണ് അവരെന്ത് ചെയ്യുന്നത്? പെട്രോളിയം പ്രോഡക്ട്സ് എല്ലാം വരും കേട്ടോ. കോള്, നമ്മുടെ നാച്ചുറൽ ഗ്യാസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പെട്രോളിയം പ്രോഡക്ട്സ് ആയിട്ട് വരും കേട്ടോ. ഡീസൽ എല്ലാം. ഇനി സെയിൽസ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി സെയിൽ ചെയ്യുന്ന ഓരോ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഫുഡ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അത് സെയിൽ ചെയ്യുന്ന ടാക്സ് ആണ്. അതെല്ലാം ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇനി കസ്റ്റം ടാക്സ് ഉണ്ട്. കസ്റ്റം ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ടാക്സുകൾ. അതായത് അവിടെ നിന്ന് ഒരു സാധനം ഇഞ്ഞു കൊണ്ടുവന്നു അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കുന്നു, ഭയങ്കര GST ആണ്. ഒരുപാട് GST അല്ല,
ടാക്സ് ആണ് നമ്മൾ അടയ്ക്കേണ്ടത്. കസ്റ്റം ടാക്സ് എന്ന് പറഞ്ഞ് GST ആയിട്ട് തന്നെയാണ് ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഭയങ്കര ടാക്സ് ആണ് നമുക്ക് പുറത്തേക്ക് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുന്നതായാലും അതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ട് വരുന്ന സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റാണ്. നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരു സാധനത്തിന് ഭയങ്കര റേറ്റ് എന്താ, ഈ GST കൂടെ ആഡ് ചെയ്യുന്നത്, അതായത് സർവീസ് ടാക്സും കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്, ആ ഒരു കസ്റ്റം ടാക്സും കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഈ എക്സാമ്പിൾസ് അതുപോലെ തന്നെ പഠിക്കുക. ഇതിപ്പോഴും നിലവിലുണ്ട്. എക്സൈസ് ടാക്സ് ഇല്ല, വാല്യൂ ആഡഡിനെ ഇതിനെ കളഞ്ഞാണ്. പക്ഷേ സ്റ്റിൽ ആൽക്കഹോളിനും പെട്രോളിയം പ്രോഡക്ട്സിനും വേണ്ടി വാല്യൂ ആഡഡ് ടാക്സ് എക്സിസ്റ്റഡ് ആണ്. കസ്റ്റം ടാക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട്, സെയിൽസ് എന്ന് പറഞ്ഞാൽ നോർമൽ സെയിൽസ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ GSTയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ GST എന്താണെന്ന് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. അപ്പോൾ ഈ പോയിന്റ്സ് കറക്റ്റായിട്ട് തന്നെ നോട്ട് ചെയ്ത് പഠിച്ചു കേട്ടോ. ഇനി അടുത്തെന്താണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. എന്തിനു വേണ്ടിയും നമ്മൾ ഈടാക്കുന്ന ടാക്സ്, കംപ്ലീറ്റ് ടാക്സ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. GST ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? GSTയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിട്ട് ന്യൂഡൽഹി ആണ്. ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ്. GSTയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അതെന്താണ്? ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സേഷൻ സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞില്ലേ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്. ആളിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, അതിൻ്റെ അർത്ഥം തന്നെയാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ്. ഒരാളിൽ നിന്ന് പാസ് ചെയ്ത് മറ്റേ ആളിലേക്ക് എത്തുക. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്. എല്ലാ പേരിലും എന്ത് ചെയ്യുന്നുണ്ട്? പൈസ ഈടാക്കി ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡെസ്റ്റിനേഷൻ അനുസരിച്ചാണ് അത് എന്ത് ചെയ്യുന്നത്? പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് GST എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തെന്താണ്? 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് എന്ത് കൊണ്ടുവരുന്നത്? നമ്മൾ ഈ ഒരു GST കൊണ്ടുവരുന്നത്. 101, അതായത് 101ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് കൊണ്ടുവരുന്നത്. എന്നുകൊണ്ടാണ് പ്രാബല്യത്തിൽ വന്നത്? 1 ജൂലൈ 2017. 1 ജൂലൈ 2017 പ്രാബല്യത്തിൽ വന്ന, ഒരുപാട് തവണ കേട്ടിട്ടുള്ള കാര്യമാണ്. 1 ജൂലൈ 2017 വന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ് ടു പാസ് GST ബില്ല് എന്ന് പറഞ്ഞാൽ ആരാണ്? ആദ്യമായിട്ട് GST ബില്ല് പാസ് ചെയ്ത സ്റ്റേറ്റ് ഏതെന്ന് കേട്ടാൽ ഏതാണ്? ആസാമാണ്. ഏതാണ്? ആസാമാണ് ഫസ്റ്റ് സ്റ്റേറ്റ് ടു പാസ് GST ബില്ല് എന്ന് പറയുന്നത്. പിന്നെ ആദ്യമായിട്ട് GST നമ്മൾ കൊണ്ടുവന്ന എപ്പോഴാണ്? 2017 പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ 1954 GST ആദ്യമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത് ആരാ? ഫ്രാൻസ് ആണ്. ആരാണ്? ഫ്രാൻസ് ആണ് ആദ്യമായിട്ട് GST എന്ത് ചെയ്യുന്നത്? GST എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അവർ അന്നേ എന്ത് ചെയ്യാണ്? മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, GST എന്ന് പറയുന്നത് ഫസ്റ്റായിട്ട് യൂസ് ചെയ്ത്, അപ്പം ആദ്യമായിട്ട് യൂസ് ചെയ്ത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഫ്രാൻസ് ആണ്. 1954 അതുപോലെ തന്നെ ഇതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? 1 നേഷൻ 1 ടാക്സ്. ഒരു നേഷന് ഒരു ടാക്സ് മതി. അതായത് എല്ലാ പേർക്കും ഈക്വലായിട്ട് GST എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. അല്ലാതെ ഒരാൾക്ക് കുറവ് ഒരാൾക്ക് കൂടുതൽ അങ്ങനെയല്ല. എല്ലാ പേർക്കും സെയിം റേറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നു? GST എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. 1 നേഷൻ 1 ടാക്സ് ആണ് അതിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ ഒരു മോട്ടോ എന്ന് പറയുന്നത് തന്നെ. ഇനി ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? GST പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. GSTയുടെ കാര്യങ്ങൾ നോക്കുന്നതും അതിൻ്റെ ബില്ല് പാസ് ചെയ്യുന്നതും അതിനു വേണ്ടി സംസാരിക്കുന്നതും അങ്ങനത്തെ എല്ലാ കാര്യവും ആര് നോക്കുന്നു? നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ തന്നെയാണ് നോക്കുന്നത്. ഇനി അടുത്തെന്തുണ്ട്? 3 ടൈപ്പ് GST ആണ് വരുന്നത്. ഓക്കെ, എത്ര ടൈപ്പ് GST എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? SGST, CGST, IGST. SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബേസ്ഡ് GST. S എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് ആണ്, നമ്മുടെ സ്റ്റേറ്റിൽ ഈടാക്കുന്ന GST. C എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഈടാക്കുന്ന GST, സെൻട്രൽ ബേസ്ഡ് ആയിട്ട് നാഷണൽ ലെവലിൽ ബേസ് ചെയ്തിട്ടുള്ള GST ആണ് CGST. IGST എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രേറ്റഡ് GST. ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇന്റർ സ്റ്റേറ്റ് എന്നുള്ളൊരു മീനിങ് ആണ്. മറ്റ് സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റുകളിലേക്ക് മാറുന്ന ഇന്റർ സ്റ്റേറ്റ് GST ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് GST എന്ന് പറയുന്നത്. SGSTയും CGST എന്താണ്? ഇൻട്രാ GST ആണ്. ഇൻട്രാ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇൻട്രാ നേഷൻ GST ആണ് കേട്ടോ. ഇൻട്രാ സെക്ടർ GST എന്നാണ് പറയുന്നത്. ഇൻട്രാ ഉള്ളിലുള്ളത്, ഇന്ത്യക്ക് അകത്തുള്ളത് ഇൻട്രാ മീനിങ് ആണ്. മറ്റേതെന്താണ്? ഇന്റർ എന്നാണ് കേട്ടോ. ഇന്റർ സ്റ്റേറ്റ്. ഓക്കെ, ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം 3 ടൈപ്പ് എന്തുണ്ട്? GST ആണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. എന്നാൽ ആ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ പോകാൻ വേണ്ടിയാണ്, അല്ലാതെ ഒരാൾ തന്നെ അത് കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു മെത്തേഡ് വരുന്നത് എവിടെ നിന്നാണ്? കനേഡിയൻ ഡ്യുവൽ GST മോഡലിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ എവിടെ നിന്നാണ് ഇത് കടമെടുത്തതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? കനേഡിയൻ ഡ്യുവൽ GST മോഡൽ. കാനഡയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു GST മോഡൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് കനേഡിയൻ മോഡലിലാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് GST കുറിച്ച് നിങ്ങൾ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനിയും ഉണ്ട് കുറേ. ഓക്കെ, നമുക്ക് പഠിക്കാം കേട്ടോ.
നിങ്ങൾ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു പോകാൻ ഞാൻ ജസ്റ്റ് ഒന്ന്. അപ്പോൾ CRR SLR എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ സെക്ഷനിലൊക്കെ നിങ്ങൾ പഠിച്ചതാണ് മോണിറ്ററി പോളിസി ഒക്കെ. അപ്പോൾ മോണിറ്ററി പോളിസിയിൽ എന്താ പറയുന്നത്? മോണിറ്ററി പോളിസിയിലാണ് നമ്മൾ എന്ത് വരുന്നത്? നമ്മുടെ ഒരു പൈസയുടെ ചിലവ് വരവ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. പൈസ എങ്ങനെ യൂസ് ചെയ്യുന്നു, മോണിറ്ററി പോളിസി, നമ്മുടെ മണി വാല്യൂ എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പം ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞ 2 ടേംസിനെ ബേസിട്ടാണ് നമ്മൾ മോണിറ്ററി പോളിസി ഇറക്കിയിരിക്കുന്നത് തന്നെ. അതായത് പണപ്പെരുപ്പം, ചോർച്ച, അതായത് കുറവെന്നുള്ള രീതിയിലേക്ക് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണക്കയറ്റം അല്ലേ, പണത്തിൻ്റെ മൂല്യം ഇങ്ങനെ കൂടുക എന്നുള്ള രീതി, പണത്തിൻ്റെ ഇത് ചിലവ് കൂടുക എന്നുള്ളത്. ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണം കുത്തനെ കുറയുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ ബാങ്കുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അവർക്ക് പൈസ ഒരുപാട് എക്കണോമിക്കലി പൈസ ഒരുപാട് അച്ചടിക്കാൻ നമുക്ക് പറ്റത്തില്ല അല്ലേ. അപ്പോൾ പൈസ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മാക്സിമം എക്കണോമിക്കലി എല്ലാവർക്കും അവൈലബിൾ ആവുന്ന രീതിയിലേക്ക് എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പഠിക്കുന്നത്. അപ്പോൾ മോണിറ്ററി പോളിസിയിലാണ് എന്ത് വരുന്നത്? ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ വരുന്നത്. അപ്പോൾ അതിലുള്ള ബാക്കി കാര്യമാണ് ഞാൻ പറയുന്നത്. ബാങ്ക് ഉണ്ടല്ലോ, നമ്മുടെ ബാങ്ക്, അതായത് ഒരു സമയത്ത് നമുക്കിങ്ങനെ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് അതിജീവിക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം അതിന് വേണ്ടിയായിട്ട് ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പോളിസീസ് അവർ ഇറക്കിയിട്ടുണ്ട്. അതായത് ഓരോ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഒരു മെഷേഴ്സ് ഇറക്കിയിട്ടുണ്ട്. ടൂൾസ് എന്ന് തന്നെ, ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ടൂൾസ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അത് ഇറക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിട്ട്? ഈ ഒരു പണപ്പെരുപ്പം അല്ലെങ്കിൽ പണത്താഴ്ചയൊന്നും എന്ത് ചെയ്യില്ല, വരാതിരിക്കാൻ വേണ്ടിയായിട്ട് കുറേ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒന്നാണ് എന്ന് പറയുന്നത് നമ്മൾ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെയാണ് എന്ത് പഠിക്കാനുള്ള? ക്യാഷ് റിസർവ് റേഷ്യോ CRR, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും ക്യാഷ് റിസർവ് റേഷ്യോ നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. അതായത് ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ, ഒരു ബാങ്ക്, അതായത് ബാങ്കിന് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പണം കയറ്റം ഉണ്ടായാലും കുറവുണ്ടായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു പണത്തിൻ്റെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആര് തരണം അല്ലേ? നമ്മൾ നേരെ പോകുന്നത് ബാങ്കിലേക്കാണ്. അപ്പം ബാങ്ക് എന്ത് ചെയ്യും? ഈ റേറ്റ് കൊടുക്കും അല്ലേ? റേറ്റ് നമ്മൾ ഒരുപാട് അവരിൽ നിന്ന് കടം മേടിക്കാനും പറ്റില്ല. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് പൈസ അടയ്ക്കാനുള്ള അനുവാദമില്ല. അപ്പോൾ അവരാരിൽ നിന്നാണ് കടം വാങ്ങിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക്, അതായത് RBIയിൽ നിന്നാണ് കടം എടുക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് മണി to be kept by all the banks with the Reserve Bank of India in cash form. അതായത് ഇപ്പം ഒരാൾക്ക് പൈസയുടെ അത്യാവശ്യമുണ്ട്. അപ്പം നമ്മൾ ചെന്ന് എന്ത് ചെയ്യും? ഒരു പൈസ അല്ലെങ്കിൽ പൈസ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, അതായത് നിങ്ങളിവിടെ ആലോചിക്കുക, ഒരാൾ ചെന്ന്, ഒരു അപ്പൂപ്പനോ അല്ലെങ്കിൽ ഒരു മാമനോ ചെന്ന് എന്ത് ചെയ്യാണ്? 1000 അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെന്ന് എന്ത് ചെയ്യാണ്? ഒരു 1000 രൂപ എന്ത് ചെയ്യണം? ഡിപ്പോസിറ്റ് ചെയ്യാണ്. എവിടെ? ബാങ്കിൽ, കൊമേഴ്ഷ്യൽ ബാങ്ക്. നമുക്ക് RBIയിൽ പോകാനുള്ള അവസരം ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ചെന്ന്, നമ്മൾ അടുത്തുള്ള ബാങ്കിൽ ചെന്ന് എന്ത് ചെയ്യാണ്? പൈസ ഡിപ്പോസിറ്റ് ചെയ്യാണ്. 1000 രൂപ ഡിപ്പോസിറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ. 1000 രൂപ ഡിപ്പോസിറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താണ്? ആ ബാങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് CRR റേറ്റും ഉണ്ട്, SLR റേറ്റും ഉണ്ട്. CRR റേറ്റ് എന്ന് പറയുന്നത് ഒരു 6% വിചാരിച്ചോ. CRR കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് അവർക്ക് എന്താകാൻ പറ്റില്ല, പണം എടുത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഒരു തുക, അതായത് അവർക്ക് കിട്ടുന്ന പണത്തിൻ്റെ അതായത് വിഹിതം, അതായത് നമ്മൾ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ഒരു വിഹിതം ആർക്ക് കൊടുക്കണം? ബാങ്ക്, RBIക്ക് നമ്മൾ എന്ത് ചെയ്യണം? സെൻട്രലൈസ്ഡ് ബാങ്ക്, നമ്മുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? RBI തന്നെയാണ് അല്ലേ. RBI എന്ന് പറയുന്ന ഈ സെൻട്രൽ ബാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കണം. ആ ഒരു 6% റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചോ. അപ്പം എന്താണ്? CRR റേറ്റ് 6% വിചാരിച്ചോ. ഇപ്പം കൂടുതലാണ്, എന്നാലും നമ്മൾ പറയുകയാണ് 6% നമ്മുടെ CRR റേറ്റ് എന്ന് വിചാരിച്ചോ. അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ 1000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്പോസിറ്റ് ചെയ്തു കൊമേഴ്ഷ്യൽ ബാങ്ക്. പക്ഷേ കൊമേഴ്ഷ്യൽ ബാങ്ക് 1000ന്റെ 6% ആർക്ക് കൊടുക്കണം? റിസർവ് ബാങ്കിന് കൊടുക്കണം. അവരിൽ എങ്ങനെ കൊടുക്കണം? ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. മനസ്സിലായോ? അതായത് ക്യാഷ് റിസർവ്ഡ് റേഷ്യോ എന്നാണ് നമ്മൾ പറയുന്നത്. റിസർവ് റേഷ്യോ ആണ്, ലീഗൽ റിസർവ് റേഷ്യോസ് ആണ് ഇതൊക്കെ. അപ്പം ഈ ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ട് 1000ന്റെ 6% നമ്മൾ ആർക്ക് കൊടുക്കണം? 1000ന്റെ 6% നമ്മൾ ആർക്ക് കൊടുക്കണം? നമ്മുടെ RBIക്ക്, റിസർവ് ബാങ്കിന് കൊടുക്കണം. ഓക്കെ, റിസർവ് ബാങ്കിന് കൊടുക്കണം. അതായത് എത്ര രൂപയാണ്? 60 രൂപ. 60 രൂപ ആർക്ക് പോവുകയാണ് കേട്ടോ? CRR 60 രൂപ റിസർവ് ബാങ്കിന് പോവുകയാണ്. നമ്മൾ റിസർവ് ബാങ്കിന് കൊടുക്കുകയാണ്. ഇനി അടുത്ത്
ഈ റിസർവ് ബാങ്കിന് ഇത്ര എമൗണ്ട് കൊടുക്കണം, എല്ലാ പ്രാവശ്യവും നമ്മൾ ഇത്ര എമൗണ്ട് വീതം ആർക്ക് കൊടുക്കണം? റിസർവ് ബാങ്കിന് കൊടുക്കണം. പക്ഷെ ബാക്കി വരുന്ന രൂപയുണ്ടല്ലോ, ബാക്കി എത്രയാ? 60 പോയി കഴിഞ്ഞാൽ, അതായത് നമുക്ക് 1000 ഡിപ്പോസിറ്റ് ചെയ്തതിൽ 60 പോയി കഴിഞ്ഞ് 60 പോയി കഴിഞ്ഞാൽ ബാക്കി പൈസ നമ്മുടെ കയ്യിലുണ്ട്. ആ രൂപയിൽ ബാക്കി പൈസ ഇവരെന്ത് ചെയ്യണം? ഒരു 20% പലിശ നിരക്കിൽ ആ SLR ഒരു 200 രൂപ ആർക്ക് പോകും? അവർ ബാങ്കിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം. അതായത് ഇപ്പം അത്യാവശ്യത്തിന് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് കൊടുക്കണം? ലോണായിട്ട് കൊടുക്കേണ്ടത് ആര് തന്നെയാണ്? ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് തന്നെയാണ്. അവർക്ക് എപ്പോഴും RBIയിൽ നിന്ന് കടം വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യും? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആയിട്ട് അവരും എന്ത് ചെയ്യണം? സ്വന്തം ബാങ്കിൽ കീപ്പ് ചെയ്യേണ്ട പൈസ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? SLR എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കുകാർ, കൊമേഴ്ഷ്യൽ ബാങ്കുകാർ അവരുടെ ബാങ്കിൽ അവർക്കായിട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് അവർക്കായിട്ട് സേവ് ചെയ്യേണ്ട പൈസയാണ് എത്രയെന്ന് പറയുന്നത്? SLR എന്ന് പറയുന്നത്. അതെങ്ങനെ അവർക്ക് സേവ് ചെയ്യാം? അതായത് ഇപ്പം കിട്ടിയ ബാക്കി പൈസയിൽ അവർക്ക് ബാക്കി എല്ലാം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ കിട്ടുന്ന പൈസയിൽ 1000-ൽ ഇത്രയും പൈസ അവർക്ക് ഡിപ്പോസിറ്റ് അവർക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവരത് യൂസ് ചെയ്ത് എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്, അവരിങ്ങനെ എന്ത് ചെയ്യും? റോൾ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ പലിശ എന്ന് പറഞ്ഞ ഒരു സംഭവം എന്താണ്? നമുക്ക് ആവശ്യമുള്ള സമയത്തിന് അവർ തരിക. ഇപ്പം നമ്മൾ ഒരു ബാങ്കിൽ ചെന്ന് ഡിപ്പോസിറ്റ് ഇടുകയാണ്. നമ്മൾ ഡിപ്പോസിറ്റ് ഇടുമ്പം അവർ എന്താണ്? നമ്മുടെ പൈസയാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യണം? നമുക്കൊരു പലിശ തരണം. അതേസമയം നമ്മൾ അവർക്ക് കൊടുത്തിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ അവർ തിരിച്ചു തരുന്ന പൈസ, അതായത് നമ്മൾ അവരിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത്, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഓക്കെ, ഞാൻ മനസ്സിലാക്കി പറഞ്ഞുതരാം. അതായത് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ, അതായത് നമ്മളൊരു പൈസ കൊണ്ട് അവിടെ ഇടുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ്, അവർക്ക് എങ്ങനെ വേണോ യൂസ് ചെയ്യാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ പൈസ അവർ നമുക്ക് തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? അവരിൽ നിന്ന് അവരെന്ത് ചെയ്യും? ഒരു പലിശ ഉപയോഗിച്ചാണ് നമുക്ക് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് അവരൊരു പലിശ നമുക്ക് തരണം, നമ്മളല്ലേ കൊണ്ട് പൈസ കൊടുത്തത്, അതിൻ്റെ അവർ തിരിച്ചായിട്ട് പലിശയായിട്ട് തരണം. അതേസമയം നമ്മൾ അവരിൽ നിന്നാണ് കടം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് ഒരു പലിശ കൊടുക്കണം. ഇത് തന്നെയാണ് ആ ഒരു പ്രോസസ്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇതിന് വേണ്ടിയായിട്ട് അവരുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? എമൗണ്ട് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ബാങ്ക് അവർക്ക് വേണ്ടിയായിട്ട് അവരുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട പൈസയാണ്. കമ്പൽസറി റേഷ്യോ ആണ് നമ്മൾ SLR എന്ന് പറയുന്നത്. ഓക്കെ, SLR എന്ന് പറഞ്ഞാൽ കമ്പൽസറി റേഷ്യോ ഓഫ് ഡിപ്പോസിറ്റ് ദാറ്റ് ദ ബാങ്ക് മെയിൻറ്റെയിൻ. അവർ തന്നെ അവർക്ക് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യേണ്ട പൈസയാണ് SLR എന്ന് പറയുന്നത്. എങ്ങനെ? മണി ആയിട്ടോ ഗോൾഡ് ആയിട്ടോ. ഇപ്പം കിട്ടിയ ബാക്കിയുള്ള 740 രൂപ അവരെന്ത് ചെയ്യണം? പൈസയായിട്ട് ഉപയോഗിക്കണമെന്നല്ല, പൈസയായിട്ട് തന്നെ എടുത്ത് 740 രൂപയായിട്ട് കീപ്പ് ചെയ്യണമെന്നല്ല. അവർ ലോക്കറിൽ എങ്ങനെ വെക്കാം? ഒന്നി ഗോൾഡായിട്ട് വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ RBI ഇറക്കുന്ന ബോണ്ടുകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ എന്താണ് ഈ ഓരോരോ എന്താണ് രീതികളുണ്ട്, അതർ സെക്യൂരിറ്റീസ് ഉണ്ട്. അതൊക്കെ വെച്ച് അവർക്ക് എന്ത് ചെയ്യാം? പൈസയായിട്ടോ ഗോൾഡായിട്ടോ എങ്ങനെ വേണോ അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ ബാങ്കിൽ സൂക്ഷിക്കാം. അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരെങ്ങനെ വേണോ സൂക്ഷിക്കുക എന്നുള്ളത്. എന്നാലേ ആ ഒരു രീതിക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു പൈസ ഫിക്സഡ് ആയിട്ട് അവർ വെച്ചിരിക്കണം. ഒരാൾ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൈസ അവർ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അവരുടെ ബാങ്കിൽ കീപ്പ് ചെയ്യണം. എന്നിട്ട് ബാക്കി വരുന്ന പൈസ മാത്രമേ, ഒരു നിശ്ചിത എമൗണ്ട്, ഒരു 200 രൂപയാണ്, ഇപ്പം 1000-ൽ 200 രൂപയാണ് അവരെന്ത് ചെയ്യുന്നത്? സ്വന്തമായിട്ട് കീപ്പ് ചെയ്യണമെന്ന് വെച്ചോ, അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. അത് അവർ വേറൊരു യൂസിന് എടുക്കരുത്. ബാക്കി വരുന്ന പൈസ മാത്രമേ അവരെന്ത് ചെയ്യാവൂ? പുറത്തുള്ളവർക്ക് ലോണായിട്ടോ അല്ലെങ്കിൽ പൈസയായിട്ടോ എങ്ങനെ വേണോ കൊടുക്കാം അവർക്ക്. ബാക്കി വരുന്ന പൈസ മാത്രം അങ്ങനെ ചെയ്യാവൂ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പം ഇത് ബാങ്കുമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് സ്വന്തം സ്റ്റേറ്റിൽ നിൽക്കാൻ വേണ്ടി അവരെന്താണ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടി, സ്റ്റേ എന്ന് ആലോചിക്കുമ്പോൾ സ്റ്റേ ആയിട്ട് നിൽക്കാൻ, സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടി അവർ സ്വന്തമായിട്ട് സൂക്ഷിക്കുന്ന പൈസയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതേസമയം ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് ഓഫ് മണി ടു ബി കെപ്റ്റ് ബൈ ഓൾ ബാങ്ക്സ് വിത്തിൻ ദ, നമ്മൾ റിസർവ് ബാങ്കിന് കൊടുക്കേണ്ട, അതായത് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, നമ്മളല്ല കൊമേഴ്ഷ്യൽ ബാങ്ക്സ് റിസർവ് ബാങ്കിന് കൊടുക്കേണ്ട ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാഷ് റിസർവ് റേഷ്യോ. അതെങ്ങനെ തന്നെ കൊടുക്കണം? ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. ഇപ്പം 1000-ൽ 100 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞാൽ 100 രൂപയായിട്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ റിസർവ് ബാങ്കിൽ ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഡിഫ്ലേഷൻ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ളത്. നിങ്ങൾ ഈ ഒരു ഇത് കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് മണി ടു ബി കെപ്റ്റ് ബൈ ഓൾ ബാങ്ക് വിത്ത് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ആണെങ്കിൽ മെയിൻറ്റെയിൻ ബൈ ദ ബാങ്ക് ഇറ്റ് സെൽഫ്. അവർ സ്വന്തമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമാണ്. ആ കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. വേറൊന്നും കൂടുതൽ ഡീറ്റെയിലൊന്നും പോകണ്ട. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇൻഫ്ലേഷൻ ഒക്കേഴ്സ് വെൻ ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് റൈസ് ടു മച്ച്. ഇൻഫ്ലേഷൻ എപ്പോഴാണ് ഒക്കേർ ആവുന്നത്? ഇതെല്ലാം വരുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷനെ തടയാൻ വേണ്ടിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്രയും ടൂൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം. നമ്മൾ എന്ത് ചെയ്യുന്നത്? പണം എന്താണ് എക്സസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സൊസൈറ്റിയിൽ ഇങ്ങനെ എന്താണ്, അല്ലെങ്കിൽ എക്കണോമിയിൽ എക്സസ് ആയിട്ട് മണി ഉണ്ടാവുമ്പോൾ എന്ത് പറ്റും? നമുക്ക് എന്ത് ചെയ്യും? വാല്യൂ, മണിയുടെ വാല്യൂ അത്രയും എന്ത് ചെയ്യും? അവിടെ കുറയുകയാണ്. അപ്പോൾ ഇത്രയും കൂടുമ്പോഴാണ് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്. ഇനി അടുത്ത ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്ലൈൻ ആണ്. ഗുഡ്സ് ആൻഡ് സർവീസ്
ഇൻക്രീസസിൻ്റെ ഉള്ള ഈ ഒരു പണ താഴ്ചയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ ആണെന്ന് പറഞ്ഞ് ആലോചിക്കേണ്ടത്. ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫ്ലേഷൻ കുറയുമ്പോൾ മണി ഇൻക്രീസസ് പർച്ചേസിങ് പവർ. അതായത് ഇവിടെ നിങ്ങൾ ഈ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക. പ്രൈസ് കൂടുമ്പോൾ, അതായത് നമ്മുടെ അവിടുത്തെ പ്രൈസ് കൂടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? വാല്യൂ ഓഫ് മണി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അവിടെ എന്താണ്? പ്രൈസ് കൂടുകയാണ്. പ്രൈസ് കൂടുമ്പോൾ എന്താണ്? മണിയുടെ വാല്യൂ ആണ് അവിടെ കുറയുന്നത്. അതായത് മണി എന്ത് ചെയ്യുന്നു? അത്രത്തോളം നമുക്ക് അടിച്ചടിച്ച് ഇറക്കേണ്ടി വരും. അതേസമയം എന്താണ്? പ്രൈസ് കുറയുകയാണ്. പ്രൈസ് കുറയുമ്പോൾ നമുക്ക് ഉള്ള മണിയിൽ ഒരുപാട് സാധനം മേടിക്കാൻ പറ്റും. മനസ്സിലാവുന്നു? ആ ഒരു കാര്യമാണ് പറയുന്നത്. പ്രൈസ് കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ടോ? മണിയുടെ പർച്ചേസിങ് പവർ അവിടെ എന്ത് ചെയ്യുകയാണ്? വാല്യൂ ഓഫ് മണി അല്ലെങ്കിൽ പർച്ചേസിങ് പവർ കുറയുകയാണ്. പർച്ചേസിങ് പവർ കുറയാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കണ്ടോ. മണി ഇൻക്രീസ് ചെയ്യുമ്പോൾ മണി ഇൻക്രീസസ് പർച്ചേസിങ് പവർ ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ലെസ് യൂണിറ്റ് ഓഫ് കറൻസി ടു പർച്ചേസ് ദ സെയിം യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് ആൻഡ്. അതായത് ഡീഫ്ലേഷൻ സംഭവിക്കുമ്പോൾ പണത്തിൻ്റെ, അതായത് നമ്മൾ ഡിഫ്ലേഷൻ പണപ്പേര് ഇത് കുറയുമ്പോൾ നമുക്ക് എന്ത് പറ്റും? അവിടുത്തെ പർച്ചേസിങ് പവർ കൂടുകയാണ്. വില കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ സാധനം വാങ്ങിക്കുന്നത് കൂടുതലല്ലേ ആയിരിക്കുള്ളൂ. കുറച്ച് പൈസയ്ക്ക് അവർക്ക് എന്ത് ചെയ്യാം? ഒരുപാട് സാധനം മേടിക്കാൻ പറ്റും. അവിടെ എന്താണ്? പർച്ചേസിങ് പവർ ഇൻക്രീസ് ആവുകയാണ്. അതായത് വാല്യൂ ഓഫ് മണി എന്ത് ചെയ്യുകയാണ്? ഇൻക്രീസ് ആവുകയാണ്. എപ്പോഴേ? ഇത് ഡിഫ്ലേഷൻ സംഭവിക്കുമ്പോൾ. അതേസമയം എന്ത് ചെയ്യാണ്? നമ്മുടെ ഇൻഫ്ലേഷൻ, പ്രൈസ് റൈസ് ആവുന്ന സമയത്ത്, പ്രൈസസ് റൈസ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മണിയുടെ ലോസിങ് പവർ, അതായത് പർച്ചേസിങ് പവർ, അതായത് പൈസ ഉള്ളവർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? സാധനം മേടിക്കത്തുള്ളൂ അല്ലേ? അതായത് വില കയറ്റമാണ്. വില കൂടിക്കഴിഞ്ഞാൽ ആവശ്യമുള്ളവർ ചെന്ന് മേടിക്കും ഇല്ലേ? ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ പോലുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പൈസ ഇല്ല, അതെന്നുവെച്ചാൽ സാധനമില്ല. അപ്പോൾ കുറച്ച് സാധനത്തിൻ്റെ അവൈലബിലിറ്റി ഉള്ളപ്പോൾ നമ്മൾ എത്ര വില കൊടുത്തിട്ടായാലും എന്ത് ചെയ്യും? ആ സാധനം മേടിക്കാൻ പോകത്തില്ലേ? അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നീഡ് അനുസരിച്ചാണ്. നീഡ് അനുസരിച്ച് നമ്മൾ വാങ്ങിച്ചേ പറ്റും. അപ്പോൾ അവിടെ പൈസ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? ആളുകളുടെ പർച്ചേസിങ് പവറും അവിടെ വാല്യൂ ഓഫ് മണി എന്ത് ചെയ്യാണ്? ഒരുപാട് എന്ത് ചെയ്യാണ്? കുറയുകയാണ്. മണി എന്ത് ചെയ്യണം? കറൻസി എത്രത്തോളം അടിച്ചിറക്കേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് എന്ത് ചെയ്യും? രാജ്യം പോകും. അപ്പോൾ ആ ഒരു കൺട്രോളിങ്ങിന് വേണ്ടിയാണ്, ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ CRR SSR വയ്ക്കുന്നത്. അതായത് മണി എന്ത് ചെയ്യുന്നു? ഇൻഫ്ലേഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? CRR കൊമേഴ്ഷ്യൽ, അതായത് നമ്മുടെ ക്യാഷ് റിസർവ് റേഷ്യോ എന്ത് ചെയ്യും? ബാങ്ക് കൂട്ടും, റിസർവ് ബാങ്ക് കൂട്ടും. അതേസമയം ഡിഫ്ലേഷൻ സംഭവിക്കുന്ന സമയത്ത് അവർ അത് എന്ത് ചെയ്യും? കുറയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇൻഫ്ലേഷൻ നടക്കുമ്പോൾ, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പ് ഉണ്ടാക്കുമ്പോൾ RBI എന്ത് ചെയ്യും? അവരുടെ CRR റേറ്റ്, അവർക്ക് കൊടുക്കേണ്ട പൈസയുടെ പലിശ എന്ത് ചെയ്യും? കൂട്ടും. അങ്ങനെ കൂട്ടുമ്പോൾ എന്ത് ചെയ്യത്തില്ല? ആളുകൾ ചെന്ന്, അതായത് മണി അത്രയും ഉണ്ടാക്കുന്നതുകൊണ്ടാണല്ലോ, അതായത് ആളുകളുടെ കയ്യിൽ അത്രയും പൈസ ഉള്ളത് കൊണ്ടാണല്ലോ അവർ ഇത്രയും പർച്ചേസിങ് പവർ കൂടി അതെന്ത് ചെയ്യുന്നത്? ആളുകൾ ഒരുപാട് സാധനം മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, ഇൻഫ്ലേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടും. അപ്പോൾ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബാങ്കിൽ ചെന്ന് പലിശ അല്ലെങ്കിൽ ലോൺ എടുക്കാനോ അങ്ങനെയുള്ള ഒരു അവസരം പറ്റത്തില്ല. കാരണം അവർക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് കൊടുക്കേണ്ടി വരും? ക്യാഷ് കൊടുക്കേണ്ടി വരും. ആർക്ക്? RBIക്ക് കൊടുക്കേണ്ടി വരും. അതേസമയം ഡിഫ്ലേഷൻ സമയം ഉണ്ടാകുമ്പോൾ ആർക്കും എന്തില്ല? പൈസ ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? RBI CRR റേറ്റ് എന്ത് ചെയ്യും? CRR റേറ്റ് കുറയ്ക്കും. എന്ത് ചെയ്യും? ഡിഫ്ലേഷൻ സമയത്ത് CRR റേറ്റ് കുറയ്ക്കും. ഓക്കെ, അത് കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആളുകൾക്ക്, പാവങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പൈസ ഇല്ല. അപ്പോൾ പൈസ കൊടുക്കാൻ വേണ്ടി ലോണൊക്കെ എന്ത് ചെയ്യും? അത്രയും ചെറിയ വാല്യൂവിൽ അവർക്ക് ലോൺ എടുക്കാൻ പറ്റും. വളരെ നിസ്സാരമായിട്ട് ലോൺ എടുത്ത് അവർക്ക് എന്ത് ചെയ്യാൻ? തിരിച്ചടയ്ക്കാൻ പറ്റും. ഡീഫ്ലേഷൻ സമയത്ത് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ ബാങ്ക് റേറ്റ്, RBI ബാങ്ക് റേറ്റ് കുറയ്ക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ പോകേണ്ട, ബേസ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കുക ഇൻഫ്ലേഷൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. കണ്ടോ? അതായത് ഇപ്പോൾ ആവശ്യമുള്ളവർ മാത്രമേ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ എന്താ 4 കോഴിയുണ്ട് അവൈലബിലിറ്റി ഉള്ളത്. അതായത് ഇൻഫ്ലേഷൻ്റെ ടൈമിൽ എന്ത് ചെയ്യും? ആളുകൾ എത്ര പൈസ കൊടുത്താലും എന്താണ്? ഒരുപാട് പൈസ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? വാങ്ങിച്ചുകൊണ്ടിരിക്കും. അതേസമയം അവർക്ക് എന്താണ്? ഒരുപാട് മണി, കാരണം വെച്ചാൽ അത്രയും പൈസ കൊടുത്ത് ആവശ്യക്കാരെന്ത് ചെയ്യും? വാങ്ങിക്കും. അതേസമയം ഒരു ആളെ ഉള്ളൂ, ഒരു കോഴിയെ മിച്ചം ഉള്ളുവെങ്കിൽ അവരെന്ത് ചെയ്യും? ഉള്ള ഏറ്റവും, അതായത് അവർക്ക് എങ്ങനെയെങ്കിലും വിറ്റ് തീർന്നാൽ മതി, അത് ആ ഒരു കോഴിയെ വിറ്റാൽ മതി. അപ്പോൾ അവരെന്ത് ചെയ്യും? ഉള്ള പൈസയ്ക്ക് തരാൻ പറയും അല്ലേ? അത് വിറ്റിട്ട് പോയാൽ മതി. അങ്ങനെ ഒരു റേഞ്ചിലേക്ക് എത്തേണ്ട അവസ്ഥ വരും എന്നുള്ള രീതിയാണ് പറയുന്നത്. ഇൻഫ്ലേഷൻ ആണെങ്കിൽ എത്ര മണി കൊടുത്താലും നമ്മളത് വാങ്ങും. അപ്പോൾ അത്രയും അതിന് മൂല്യം കൂടും. അതേസമയം ഡിഫ്ലേഷൻ സമയത്ത് ചെറിയ പൈസയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഫൈനൽ ടോപ്പിക്കിലേക്ക്, ഫൈനൽ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ് എമൗണ്ട് ഓഫ്, നമുക്കറിയാം ഒരു നാഷണൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചർ പീരീഡിലേക്കുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എങ്ങനെ നടക്കണം, എത്ര രൂപ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം, ഒരു നാഷണൽ എക്കണോമി എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ അത്
കറക്റ്റ് മാക്സിമൈസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. ബഡ്ജറ്റിൽ പറയണം എസ്റ്റിമേറ്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ ഫ്യൂച്ചർ പീരീഡ്. എങ്ങനെ ഇൻകം ചെയ്യണം, എങ്ങനെ എക്സ്പെൻഡിച്ചർ ചെയ്യണം, എന്തിനു വേണ്ടിയായിട്ട് ഒരു രാജ്യം നന്നായിട്ട് ഫ്യൂച്ചറിലി കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്ത് പോകണമെങ്കിൽ എങ്ങനെ വേണം, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയാണ് ഇവിടെ പറയുന്നത്. ബഡ്ജറ്റിൽ പറയുന്നത് ബഡ്ജറ്റ് ഈസ് ആൻ എസെൻഷ്യൽ എലമെന്റ് ഇൻ ദ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ഫിനാൻഷ്യൽ അഫയേഴ്സ് ഓഫ് എ നേഷൻ. എന്താണ് പ്ലാനിങ്? ഒരു കൺട്രോളാണ് ശരിക്കും പറഞ്ഞാൽ. എങ്ങനെ ഒരു പൈസയെ നമുക്ക് കൃത്യമായിട്ട് ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എങ്ങനെ വരവ് ചിലവിനെ കറക്റ്റ് മാനേജ് ചെയ്ത് പ്രോപ്പർലി ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് എങ്ങനെ പറയുന്നത്, ബഡ്ജറ്റ് വഴി പറയുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്താൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് പ്രതിപാദിക്കുന്നില്ല. ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്നില്ല. പക്ഷെ എന്താണ് ആർട്ടിക്കിൾ 112 എങ്ങനെ പറയുന്നുണ്ട്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് എന്തിനെ പറയുന്നുണ്ട്, ബഡ്ജറ്റിനെ നമ്മൾ പറയാറുണ്ട്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ഉണ്ട്, അതിൽ തന്നെ ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ട്, ബാലൻസ് ബഡ്ജറ്റ് ഉണ്ട്, ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡിലാണ് ഏത് പോകുന്നത്, ഈ ഒരു ബഡ്ജറ്റിന്റെ രീതി പോകുന്നത്. വെൻ റെസീപ്റ്റ്സ് exceed its expenditure, അതായത് റവന്യൂ എക്സ്പെൻഡിച്ചറിനെക്കാളും കൂടുതലാണെങ്കിൽ, റവന്യൂ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറിനെക്കാളും കൂടുതലാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് സർപ്ലസ്, പ്ലസ് ആണല്ലേ, അവിടെ ഒരു പ്ലസ് ആണ് പറഞ്ഞത്. നമ്മുടെ ഇൻകം കൂടുതലാണ്, അവിടെ നമുക്ക് പ്ലസ് ആണ്, എക്സ്പെൻഡിച്ചറിനെക്കാളും ഇൻകം ആണ് നമുക്ക് കൂടുതൽ. അപ്പോൾ എന്താണ് സർപ്ലസ് ബഡ്ജറ്റ് ആണ്. ഇനി ബാലൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെൻഡിച്ചറിന് ഈക്വൽ ആണ്, അതായത് ഗവൺമെന്റ് റവന്യൂ ഇൻകവും എക്സ്പെൻഡിച്ചറും ഈക്വൽ ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം, അവിടെ ബാലൻസ് ബഡ്ജറ്റ് എന്ന് പറയാം. അതേസമയം ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെഫിസിറ്റ് കുറവാണെന്നുള്ള ഒരു മീനിങ് ആണ്. അതായത് ഇൻകം നമുക്ക് എന്താണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിനേക്കാൾ, അതായത് എക്സ്പെൻഡിച്ചറിനെക്കാളും എക്സ്പെൻഡിച്ചറാണ് അവിടെ എന്ത് ചെയ്യുന്നത് കൂടുതൽ. നമുക്ക് എക്സ്പെൻഡിച്ചർ കൂടുതലും നമ്മുടെ കൈ കിട്ടുന്ന റവന്യൂ അല്ലെങ്കിൽ ഇൻകം കുറവുമാണെങ്കിൽ അതിനെ എന്ത് പറയും, ഡെഫിസിറ്റ്. നമുക്ക് കുറച്ച് പൈസയേ ഉള്ളൂ, പക്ഷേ എക്സ്പെൻഡിച്ചർ അവിടെ കൂടുതലാണെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്തില്ല, നമുക്ക് സാധനങ്ങൾ മേടിക്കാനുള്ള കറക്റ്റ് പൈസയില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താ പറയുന്നത്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്ത്യ. ഒരു ഇയറിൽ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എങ്ങനെ ആയിരിക്കണം നമ്മുടെ പൈസയുടെ ഡീലിങ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എങ്ങനെ നടക്കണം, ഏതിനൊക്കെ വേണ്ടി പുതിയ പ്ലാൻ എന്തൊക്കെ കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പൈസ ചിലവാക്കേണ്ടത് എന്നുള്ള ഒരു നാഷണൽ ഐഡിയ പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സമയം കഴിയാറ് പെട്ടെന്ന് പഠിക്കാം നമുക്ക്. ഇനി ലാസ്റ്റ് ഇതോടെ നമ്മൾ കഴിയാൻ പോവാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്നതിൽ ഒരുപാട് താങ്ക് യു. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഇൻട്രിം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2024 ഇൻട്രിം ബഡ്ജറ്റാണ് വന്നത്. അതായത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ അറിയാലോ, ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ മാർച്ച് 30 വരെയാണ്, മാർച്ച് 30, ഫസ്റ്റ് ഏപ്രിൽ ടു മാർച്ച് 30 വരെയാണ്, 31 വരെയാണ്. അപ്പോൾ അതിലെന്താണ് പറയുന്നത്, ഈ പ്രാവശ്യം നടന്നത് 2024 ഈ വർഷത്തെ മാർച്ചിൽ നടന്നത് എന്താണ്, ഇൻട്രിം ബഡ്ജറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇൻട്രിം ബഡ്ജറ്റ് എന്ന് പറയുന്നത്, ഫുൾ ബഡ്ജറ്റ് അല്ല, ഇൻറ്ററിം ബഡ്ജറ്റ് ആണ്, ഒരു ഇടക്കാല ബഡ്ജറ്റ്. ഇൻറ്ററിം എന്ന് പറഞ്ഞാൽ ഇടക്കാല ബഡ്ജറ്റ്. കാരണം എന്താ, ഈ വർഷം എന്താണ് ഇലക്ഷൻ അല്ലേ, ഈ ഇലക്ഷനിൽ അവർ ജയിച്ചില്ല, വേറൊരു പാർട്ടി കയറി കഴിഞ്ഞാൽ അവർ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന വെറുതെ ആയി പോകത്തില്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇലക്ഷൻ പീരീഡുകളിൽ നടത്തുന്ന ബഡ്ജറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ഷൻ പീരീഡിൽ നടത്തുന്ന ബഡ്ജറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രീം ബഡ്ജറ്റ്. ഇലക്ഷൻ പീരീഡുകളിൽ നടത്തുന്ന, അതായത് 5 വർഷം കഴിഞ്ഞ് നമ്മൾ ഇലക്ഷൻസ് എപ്പോഴാണോ കണ്ടക്ട് ചെയ്യുന്നത് ആ വർഷത്തിന്റെ ബഡ്ജറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻറ്ററിം ബഡ്ജറ്റ്. അപ്പോൾ ഇൻറ്ററിം ബഡ്ജറ്റ് ആര് തന്നെയാണ് ചെയ്തത്, നമ്മുടെ നിർമ്മല സീതാരാമൻ. ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ തന്നെയാണ് ഇപ്പോഴും എന്ത് ചെയ്തത്, ഇൻറ്ററിം ബഡ്ജറ്റ് അവതരിപ്പിച്ച. കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രേറ്റ് 6 ബഡ്ജറ്റ് ആണ് ആര് അവതരിപ്പിക്കുന്നത്, സ്ട്രേറ്റ് 6 ബഡ്ജറ്റ് ആണ് ആര് അവതരിപ്പിക്കുന്നത്, നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനേക്കാളും കൂടുതൽ 10 ബഡ്ജറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് അവതരിപ്പിച്ച 10 സ്ട്രെയിറ്റ് ബഡ്ജറ്റ് ഒരുപോലെ ചെയ്തത് ആരാണ്, മൊറാർജി ദേശായി ആണ് കേട്ടോ. മൊറാർജി ദേശായി ആണ് 10 കണ്ടിന്യൂസ് ആയിട്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. സ്ട്രേറ്റ് 6 ആണ് ആര് അവതരിപ്പിക്കുന്നത്, നിർമ്മല സീതാരാമൻ. ഓക്കെ, അപ്പോൾ അവരുടെ മെയിൻ ഫോക്കസ് എന്തിലാണ് വന്നത്, ഇപ്പോൾ അവർ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു പോയിന്റ്സ് ഒക്കെ കുറച്ച് കവർ ചെയ്ത് പോയതേ ഉള്ളൂ. കാരണം അടുത്തിനി വരുന്ന പാർട്ടിക്ക് വേണ്ടി അവരെന്ത് ചെയ്യാണ്, അടുത്ത പാർട്ടി ഇപ്പോൾ ആരായാലും അവർക്ക് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഗരീബ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൂവർ. അവരുടെ മെയിൻ ഫോക്കസ് വന്നിരിക്കുന്നത് ഇവർക്കാണെന്നാണ് പറയുന്നത്. പൂവറിന് വേണ്ടി, മഹിള, വിമണിന് വേണ്ടി, അത് കഴിഞ്ഞ് യൂത്തിന് വേണ്ടി, അതുപോലെ അന്നദാതാവ് ആരാണ്, നമുക്ക് അന്നം തരുന്ന ആ ഒരു മെയ്ഡ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ ഫാർമേഴ്സ്. ഇവർക്ക് ഇത്ര പേർക്കും വേണ്ടിയാണ് പുതിയ ബഡ്ജറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ബഡ്ജറ്റ് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്, ഗരീബ്, പുവർ പീപ്പിൾസിന് വേണ്ടി, മഹിള,
നമ്മുടെ വിമൻസിന് വേണ്ടിയായിട്ട്, യുവ എന്ന് പറഞ്ഞാൽ യൂത്തിന് വേണ്ടിയായിട്ട്, അന്നദാത എന്ന് പറഞ്ഞാൽ ഫാർമേഴ്സിന് വേണ്ടി. ഇവർക്ക് ഇത്ര വരും 4 സെക്ടേഴ്സിന് വേണ്ടിയാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഒരുപാട് യോജനാസ് പോലെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സെക്ടേഴ്സിനൊക്കെ വളർച്ചയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻട്രീം ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം എല്ലാം കൊണ്ടും കൺക്ലൂഡ് ചെയ്യുകയാണ്, ഈ എക്കണോമിക്സിൻ്റെ ഫൈനൽ സെഷനായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോട്ട്സ് കീപ്പ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലായി പോകാം. മനസ്സിലാവാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് എങ്ങനെയാണോ PPT കൊടുത്തിരിക്കുന്നത് ആ നോട്ട്സ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ അടുത്ത PYQ സെക്ഷന് വേണ്ടി എല്ലാവരും ഓടിപ്പോയി റെഡി ആയിട്ടിരുന്നോളൂ. അപ്പോൾ എല്ലാവർക്കും എന്താണ് നല്ലപോലെ തന്നെ പഠിച്ച് ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യുക, ഇനി ഒന്നും ഡൗട്ട് വരാതെ മാക്സിമം പഠിച്ച് എന്ത് ചെയ്യുക, സെറ്റായിരിക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത PYQ സെക്ഷനിൽ കാണാം. ബൈ.